Today we are discussing Western metaphysics. Unit 1, the concept of metaphysics. Introduction. Metaphysics is the philosophical analysis of nature and the structure of certainty. The source term of metaphysics is ta meta ta pushika. Aristotle first used this term. The term metaphysics literally after the physics. Metaphysics എന്ന് പറയുന്നത് ഫിലോസഫിനെ അനലൈസ് നേച്ചറിനെയും അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറിനെയും കുറിച്ചുള്ള ഒരു ഫിലോസഫിക്കൽ അനലൈസ് ആണ് മെറ്റാഫിസിക്സിലൂടെ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ മെറ്റാഫിസിക്സ് എന്ന വേർഡ് വന്നിരിക്കുന്നത് ഗ്രീക്ക് വേർഡായ ടാ മെറ്റ പുഷിക എന്ന വേർഡിൽ നിന്നാണ്. അരിസ്റ്റോട്ടിലാണ് ഈ മെറ്റാഫിസിക്സ് എന്ന ടൈം ആദ്യമായി യൂസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഇത് പറയുന്നത് മെറ്റാഫിസിക്സ് എന്ന് നമ്മൾ ലിറ്ററലി പറയുകയാണെങ്കിൽ ആഫ്റ്റർ ദ ഫിസിക്സ് എന്നാണ് ഇത് ഈ word mean ചെയ്യുന്നത്. The subject is defined as a theoretical discipline of the cause and principle of what is most knowable. അപ്പോൾ നമുക്ക് ഏറ്റവും മോസ്റ്റ് നോണബിൾ ആയ ഒരു ഇതിനെ കുറിച്ചുള്ള പ്രിൻസിപ്പിളും ഡിസിപ്ലിനുമാണ് ഈ മെറ്റാഫിസിക്സിലൂടെ നമ്മൾ ഡീൽ ചെയ്യുന്നത്. Metaphysics can be thought for as an inquiry into the essence of reality. അപ്പോൾ essence of reality, what is reality എന്ന ഒരു ചോദ്യം വരികയും അതിൻ്റെ എസെൻസ് എന്താണെന്ന് കണ്ടെത്തുകയും ചെയ്യുന്നതിനാണ് നമ്മൾ മെറ്റാഫിസിക്സിലൂടെ ശ്രമിക്കുന്നത്. മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത് നമ്മൾ ആസ് എ ഹ്യൂമൻ ബീയിങ് നമുക്ക് പല കാര്യങ്ങൾ നമുക്ക് വിസിബിൾ ആണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഇതിൻ്റെ യഥാർത്ഥ കാര്യം അല്ലെങ്കിൽ യഥാർത്ഥ എസെൻസ് എന്താണെന്നുള്ള ഒരു ചോദ്യം വരികയും അതിലേക്ക് നീണ്ടുന്ന അന്വേഷണം ഉൾക്കൊള്ളുന്ന ഒരു ശാഖയാണ് മെറ്റാഫിസിക്സ്. Metaphysics is concerned with the outlines of the categories of entity presupposed by any possible adequate interpretation of the world, whether of the physical world or any other characteristic of the world. അപ്പോൾ ഇന്നിപ്പോൾ നിലനിൽക്കുന്ന വേൾഡിനെ നമ്മൾ അനലൈസ് ചെയ്യുകയും അതിനെ ഇന്റർപ്രിറ്റേറ്റ് ചെയ്യുകയും എന്താണ് ഇത് ഫിസിക്കൽ വേൾഡ് നമ്മൾ നിൽക്കുന്ന നമുക്ക് ഉണ്ടാകുന്ന ചോദ്യങ്ങൾ ഫിസിക്കലായിട്ട് നിൽക്കുന്ന വേൾഡിൽ ഒതുങ്ങുന്നതാണോ അതോ അത് വേറെ തലത്തിലേക്കുള്ള ഒരു എൻറ്റിറ്റിയാണോ ഉള്ളത് എന്നുള്ള അന്വേഷണമാണ് മെറ്റാഫിസിക്സിലൂടെ നടത്തപ്പെടുന്നത്. Based on the nature of philosophical queries, metaphysics can be divided into two, ontology and cosmology. അപ്പോൾ ഈ തരത്തിലുള്ള അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മെറ്റാഫിസിക്സിനെ നമ്മൾ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഒന്നാണ് ഓണ്ടോളജി ആൻഡ് കോസ്മോളജി. ഓണ്ടോളജി ഡീൽസ് വിത്ത് ദ ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ പ്രോബ്ലം ഓഫ് റിയാലിറ്റി, ദ പ്രോബ്ലം ഓഫ് ബീയിങ്. അപ്പോൾ ഓണ്ടോളജി എന്ന് പറയുന്നത് ദ ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ റിയാലിറ്റിയും അല്ലെങ്കിൽ ദ പ്രോബ്ലം ഓഫ് ദ ബീയിങ്, എന്താണ് ബീയിങ് എന്നുള്ളതിനെ കുറിച്ച്, എന്താണ് റിയാലിറ്റി എന്നതിനെ കുറിച്ചുള്ള ഇതാണ് ഓണ്ടോളജി വരുന്നത്. Ontology is the most general science of study of being, existence or reality. So ontology is the most general science or study of being, existence and reality. അപ്പോൾ ബീയിങ്ങിനെയും എക്സിസ്റ്റൻസിനെയും റിയാലിറ്റിയെയും കുറിച്ചുള്ള ജനറൽ ആയിട്ടുള്ള സയൻസിനെയാണ് നമ്മൾ ഓണ്ടോളജി എന്ന് പറയുന്നത്. Ontology deals with the vital characteristics of being itself. അപ്പോൾ ബീയിങ് ഇറ്റ്സെൽഫ് എന്നുള്ള വൈറ്റലായ ഒരു പ്രോബ്ലമാണ് ഓണ്ടോളജി ഡീൽ ചെയ്യുന്നത്. Ontology seeks to deliver a conclusive and comprehensive classification of entities in all sphere of being. അപ്പോൾ കോംപ്രഹെൻസീവ് ആയ ക്ലാസിഫിക്കേഷൻ അബൌട്ട് ബീയിങ് ഡെലിവറി ചെയ്യുക എന്നതാണ് ഓണ്ടോളജിയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സീക്കിംഗ് ടു ഡെലിവർ എ കൺക്ലൂസീവ് ആൻഡ് comprehensive classification of entities in all sphere of being. Cosmology deals with the questions about the nature of the cosmos or the universe, space and time, etc. അപ്പോൾ കോസ്മോളജി ഡീൽ ചെയ്യുന്നത് questions about the nature of the cosmos or universe. അപ്പോൾ യൂണിവേഴ്സ് അല്ലെങ്കിൽ യൂണിവേഴ്സിനെ കുറിച്ചുള്ള പ്രപഞ്ചത്തെക്കുറിച്ചുള്ള സ്പേസിനെയും ടൈമിനെയും കുറിച്ചുള്ള പഠനങ്ങളും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള
ചെയ്തതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളുമാണ് നമ്മൾ കോസ്മോളജിയിൽ ഡീൽ ചെയ്യുന്നത്. Different schools of philosophy offer different methodologies to ontology. One large division is substantialist and fluxist. Consider ontology as an element or thing based on discipline, and those who favor an ontology centered on events or process. Another division, advocatists and reductionists. Advocatists seek taxonomy of the being in reality at all stages of accumulation, from the microphysical to cosmological. Reductionists see reality in relation to someone's advantage level of the existence. അവർ പല സ്കൂൾസുകളും പലതരത്തിലുള്ള മെത്തഡോളജികളാണ് ഓണ്ടോളജിയിൽ അപ്ലൈ ചെയ്തത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പുകളിലൊന്നാണ് സബ്സ്റ്റൻഷ്യലിസ്റ്റുകളും ഫ്ലെക്സിസ്റ്റുകളും. അവർ കണക്കാക്കിയിരുന്ന ഓണ്ടോളജി ആസ് എലിമെന്റ് ഓർ തിങ് ബേസ്ഡ് ഓൺ ഡിസിപ്ലിൻ and those who favored an ontology centered on event or process. അപ്പോൾ അവർ കണക്കാക്കി ഡിസിപ്ലിൻ ഹു വാസ് ഫേവർഡ് ഓണ്ടോളജി സെൻറ്റേഡ് ഓൺ ഈവന്റ് ആൻഡ് പ്രോസസ്. അപ്പോൾ ഈവന്റുകളും പ്രോസസ്സിനെയും സെൻറ്റേഡ് ആയിട്ടുള്ള ഒരു മെത്തഡോളജിയാണ് ഈ രണ്ട് ഗ്രൂപ്പുകളും മുന്നോട്ട് വെച്ചത്. അനദർ ഡിവിഷൻസ് ഇസ് advocatist and reductionist. They say taxonomy of the being in the reality are stages of accumulation. അപ്പോൾ അവർ ഈ ടാക്സോണോമിക്കലായിട്ട് ഇതിനെ എങ്ങനെ വേർതിരിക്കാം അല്ലെങ്കിൽ കണക്കാക്കാവുന്ന രീതിയിലാണ് അഡ്വക്കേറ്റിസ്റ്റുകൾ യൂസ് ചെയ്തത്. റിഡക്ഷനിസ്റ്റ് ഈസ് റിയാലിറ്റി ഇൻ എ റിലേഷൻ ടു someone's advantage level of existence. They seek to establish the ultimate furniture of the universe by decomposing reality into its smallest constituents. അപ്പോൾ ഈ റിഡക്ഷനിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു അൾട്ടിമേറ്റ് ഫർണിച്ചർ ഓഫ് ദി യൂണിവേഴ്സ്. അപ്പോൾ അവർ ഒരു വസ്തുവിനെ ഡീകമ്പോസിങ് ചെയ്തിട്ട് അതിൻ്റെ ഏറ്റവും സ്മാളസ്റ്റ് ആയിട്ടുള്ള പാർട്ടിലേക്ക് എത്തുക എന്ന രീതിയിലുള്ള ഒരു ചിന്താരീതിയാണ് റിഡക്ഷനിസ്റ്റുകൾ ചെയ്തത്. Advocatists transcend the difference between substantialism and fluxism, since they admit categories of both constituent and occurrence. Ontology for the advocates is then a descriptive enterprise. Aristotle's view. Metaphysics inquiries trace back to Aristotle's eponymous treatise. It's a philosophical inquiry of the vital nature of being as such. അപ്പോൾ ഫിലോസഫിയിലെ ഈ ചിന്താ രീതിയിൽ തുടങ്ങുന്നത് തന്നെ അരിസ്റ്റോട്ടലിൻ്റെ ചിന്തകളിലൂടെയാണ്. അതിൽ അദ്ദേഹം ചെയ്യുന്നത് എൻക്വയറി ഓഫ് ദ വൈറ്റൽ നേച്ചർ ഓഫ് ദ ബീയിങ് ആസ് സച്ച്. അപ്പോൾ എന്താണ് അതിൻ്റെ ആയിട്ടുള്ള പരമമായ നേച്ചർ എന്ന രീതിയിലാണ് അദ്ദേഹം ഇത് ഫിലോസഫി അല്ലെങ്കിൽ മെറ്റഫിസിക്സ് തുടങ്ങുന്നത്. He emphasizes the philosophy as a science of being qua being. ബീയിങ് ക്വയർ ബീയിങ് ആയിട്ടുള്ള ഒന്നിനെ അടിസ്ഥാനമായിട്ടാണ് ഫിലോസഫി എന്ന സയൻസ് നിലനിൽക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. In metaphysics, Aristotle proclaims that the study of being and the categories of such being should rely on a fundamental substance or essential nature. അപ്പോൾ ഈ ബീയിങ്ങിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ കാറ്റഗറികളെ കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ സബ്സ്റ്റൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒന്നായിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. It is also extended inquiry into the questions regarding the presence of reality. അപ്പോൾ ഇത് ആൾറെഡി ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഓഫ് റിയാലിറ്റിയും ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ചോദ്യമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അരിസ്റ്റോട്ടിൽ came into his own philosopher through his denial of the fundamental doctrine of Platonism and his provisions of more naturalist and less dualist വേൾഡ് വ്യൂ. അപ്പൊ അരിസ്റ്റോട്ടിൽ പ്ലാറ്റോണിസ്റ്റിനെതിരെയായിട്ടുള്ള ചിന്താഗതികളാണ്. ഈ ഡ്യൂലിസ്റ്റ് നേച്ചറിനെയും ഈ മോർ നാച്ചുറലിസ്റ്റുകാരെയും ആൻഡ്
ഡ്യൂലിസ്റ്റിക് ആയിട്ടുള്ള വ്യൂവിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുന്ന ഒരു ചിന്താരീതിയാണ് അരിസ്റ്റോട്ടിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ അദ്ദേഹം കൊണ്ടുവരുന്ന പ്ലാറ്റോയുടെ ഫിലോസഫിയിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു മോർ നാച്ചുറലിസ്റ്റിക് ആയിട്ടുള്ള എന്നാൽ ഡ്യൂലിസ്റ്റിക് വ്യൂവിൽ അധികം ഡ്യൂലിസ്റ്റിക് വ്യൂവിനെ സപ്പോർട്ട് ചെയ്യാത്ത ഒരു ചിന്താരീതിയാണ് ഇദ്ദേഹത്തിന്റെ ഫിലോസഫിയിൽ യൂസ് ചെയ്യുന്നത്. For Aristotle, metaphysics is the most important kind of explanatory knowledge. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേറ്ററി ഓഫ് നോളജ് ആണ് മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ നോളജ് ഓഫ് ദ മോസ്റ്റ് ഫണ്ടമെന്റൽ എക്സ്പ്ലനേഷൻസ് ആൻഡ് എക്സ്പ്ലനേഷൻസ് ഓഫ് ഓൾ തിങ്സ്. അപ്പോൾ എല്ലാ ഫണ്ടമെന്റൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് മെറ്റാഫിസിക്സ് എന്നുള്ളതും അത് എക്സ്പ്ലനേഷൻ ഓഫ് ഓൾ തിങ്സ്. അപ്പോൾ എല്ലാ വസ്തുക്കളെയും കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ വരുന്ന ഒരു ശാഖയായിട്ടാണ് അദ്ദേഹം മെറ്റാഫിസിക്സിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതിന് വളരെ ഇമ്പോർട്ടൻസ് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ നോളജ് ഓഫ് ദ എസൻസ് ഓഫ് ബീയിങ് ആൻഡ് ദ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ വാട്ട് ഇസ് ബീയിങ്. അപ്പോൾ ഇത് മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത് നോളജ് ഓഫ് ദ എസൻസ് ഓഫ് ബീയിങ്. അപ്പോൾ എന്താണ് ബീയിങ്ങിന്റെ എസൻസ് എന്താണെന്നതിനെ കുറിച്ചുള്ള ഒരു ചിന്താശാഖയാണ് മെറ്റാഫിസിക്സ്. അപ്പോൾ അതിൽ അദ്ദേഹം ചെയ്യുന്നത് ഹി വാണ്ട് ടു ആൻസർ ദ ക്വസ്റ്റ്യൻ വാട്ട് ഇസ് ബീയിങ്. അപ്പോൾ ബീയിങ്ങിന്റെ എസൻസ് എന്ന് കണ്ടെത്തുമ്പോൾ അതിലൂടെ തന്നെ നമുക്ക് എന്താ ലഭിക്കുന്ന ഉത്തരമാണ് വാട്ട് ഇസ് ബീയിങ് എന്നുള്ളത് കൂടി നമുക്ക് ലഭിക്കും. അപ്പോൾ മെറ്റാഫിസിക്സ് മെയിൻലി കൺസേൺ ചെയ്യുന്നത് ബീയിങ്ങിനെ കുറിച്ചുള്ള ചിന്താരീതികളും അതിനെ കുറിച്ചുള്ള എന്താ പറയാ ചോദ്യങ്ങളും അവയെക്കുറിച്ചുള്ള അറിവുകളും ചേർന്ന ഒന്നാണ് മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത്. Metaphysics reflect things as being or an existent and attempt to specify the properties or features they illustrated, just insofar as they are being or existence. അപ്പോൾ ഒരു ബീയിങ്ങിന് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു വസ്തു അതിന്റെ attempt to specify the properties or features they illustrated, just insofar as they are being or existence. Metaphysics try to reflect the things of being. ബീയിങ് എന്താണെന്നുള്ളതിന്റെ ബീയിങ്ങിന്റെ സവിശേഷതകളെ റിഫ്ലക്ട് ചെയ്യുക എന്നുള്ളതാണ് മെറ്റാഫിസിക്സിലൂടെ നമ്മൾ മെറ്റാഫിസിക്സ് എന്ന ശാഖയിലൂടെ ചെയ്യുന്നത്. അതിൽ തന്നെ അപ്പോൾ നമ്മൾ ഒരു വസ്തു ബീയിങ്ങിനെ കുറിക്കുമ്പോൾ അതിന്റെ സ്പെസിഫിക് ആയ പ്രോപ്പർട്ടീസ് ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ ഇല്ലുസ്ട്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. Aristotle considered metaphysics as a search for scientific knowledge. He says that there are explanations of all beings and everything there. അപ്പോൾ അദ്ദേഹം പറയുന്നത് നമുക്ക് എല്ലാത്തിനെ കുറിച്ച് എല്ലാ ബീയിങ്ങിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസ് ആർ there and നമുക്കത് we can achieve that thing. Aristotle proclaimed that the universe does not exist. അപ്പോൾ യൂണിവേഴ്സ് എന്ന് പറയുന്ന വസ്തു ഒരു യൂണിവേഴ്സലായിട്ടുള്ള ഒരു സിംഗിൾ അല്ലെങ്കിൽ ഒരു വൺ ടൈപ്പ് എൻറ്റിറ്റി ആയിട്ട് നിലനിൽക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. The universe is not a substance. He separates the world into categories. അപ്പോൾ അതുകൊണ്ട് തന്നെ വേൾഡ് എന്നുള്ള യൂണിവേഴ്സ് എന്നുള്ളത് ഒരു സബ്സ്റ്റൻസ് ആയിട്ട് എടുക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ he separates the world into categories. Categories treat the basic kind of the things that exist and their interrelations. അപ്പോൾ categories എന്ന് പറയുന്നത് basic kind of things ആണ് that exist and their interrelations. അപ്പോൾ categories ആയിട്ട് അദ്ദേഹം ഈ യൂണിവേഴ്സിനെ മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഈ കാറ്റഗറികളിലൂടെ ഉള്ള ഇന്റർറിലേഷൻസിലൂടെയാണ് നമുക്ക് യൂണിവേഴ്സ് എന്നുള്ള പറയുന്ന ഒരു മൊത്തഘടന വരുന്നത് നമുക്ക് ഈ കാറ്റഗറികളിലൂടെയാണ്. Metaphysicians recognize those highest kind of specific features peculiar to each category and to identify the relation that ties the different categories together. And by doing this, the metaphysicians delivers us with record of the structure of all that there is. The metaphysicians ഈ കാറ്റഗറി റെക്കഗ്നൈസ് ചെയ്യുകയും അതിന്റെ ഹയസ്റ്റ് ആയി കഴിഞ്ഞതിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുകയും അവരുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ കണ്ടെത്തുവാനും അപ്പോൾ അത് തമ്മിലുള്ള റിലേഷൻസ് കണ്ടെത്തുകയും ചെയ്യുന്ന വഴി നമുക്ക് ഇതിന്റെ കുറിച്ചുള്ള വിശദമായ ഒരു അറിവ് നമുക്ക് ലഭിക്കും. By doing this, the metaphysician delivers us the record of structure of all that are. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഈ കാറ്റഗറിയിലുള്ള ഈ സ്ട്രക്ചർ കണ്ടുപിടിക്കുന്ന വഴി നമുക്ക് ഈ മൊത്തമുള്ള ഈ യൂണിവേഴ്സിന്റെ സ്ട്രക്ചർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് മെറ്റഫിസിക്സിന്റെ എന്താ പറയാ കടമ. അല്ലെങ്കിൽ he trying to analyze the universe through the categories. Aristotle characterized the universe into two categories: substance and accident. Substance is the truest and primary and the most definite sense of the world. അപ്പോൾ സബ്സ്റ്റൻസ് എന്നും ആക്സിഡന്റ് എന്നും ഉള്ള രണ്ട് കാറ്റഗറി ആയിട്ടാണ് അദ്ദേഹം യൂണിവേഴ്സിനെ തരംതിരിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ഇപ്പൊ കാറ്റഗറി എന്നുള്ളതിൽ സബ്സ്റ്റൻസിൽ ഇറ്റ് ഈസ് വിച്ച് നൈദർ പ്രഡിക്റ്റബിൾ ഓഫ് എ സബ്ജക്ട് നോർ എ പ്രസന്റ് ഇൻ സബ്ജക്ട്. ഇപ്പൊ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ആണ് പ്രൈമറി ആയിട്ടുള്ള ഡെഫിനിറ്റ് ആയിട്ടുള്ള സെൻസ് ഓഫ് വേൾഡ് എന്ന് പറയുന്നത് സബ്സ്റ്റൻസ് ആണ്. ഈസ് ദാറ്റ് വിച്ച് ഈസ് നൈദർ പ്രഡിക്റ്റബിൾ ഓഫ് സബ്ജക്ട് ഓർ പ്രസന്റ് ഇൻ എ സബ്ജക്ട്. In the categories, Aristotle apprehensive to classify the primary substance. അതിൽ ഈ സബ്സ്റ്റൻസിൽ തന്നെ അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്ന സബ്സ്റ്റൻസ് ആണ് പ്രൈമറി സബ്സ്റ്റൻസുകൾ വരുന്നത്. These are the ontological basis materials, the things such they do not depend on anything else for their existence. അപ്പോൾ ഒരു എക്സിസ്റ്റൻസിനായും വേറെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാതെ നിൽക്കുന്ന സബ്സ്റ്റൻസുകളെയാണ് അവർ പ്രൈമറി സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ബട്ട് എവറിത്തിങ് എൽസ് ഡിപ്പെൻഡ് ഓൺ വൺ ഓർ മോർ ഓഫ് ദം ഫോർ ഇറ്റ് എക്സിസ്റ്റൻസ്. അപ്പോൾ പക്ഷേ ബാക്കിയുള്ളവ ഇതിലെ ഈ പ്രൈമറി സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്താണ് ബാക്കിയുള്ളവയുടെ എക്സിസ്റ്റൻസ് നിലനിൽക്കുന്നത്. Substance is distinguished from the accidental categories by the fact that every accident is present in a substance and therefore cannot exist without a substance in which to inhere. അപ്പോൾ ഈ ആക്സിഡന്റ് എന്ന് പറയുന്നത് സബ്സ്റ്റൻസിൽ പ്രസന്റ് ആയിരിക്കുന്ന പിന്നെ ഒരു ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഈ ആക്സിഡന്റ് എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് സബ്സ്റ്റൻസിനോട് ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഇറ്റ് കനോട്ട് എക്സിസ്റ്റ് വിത്തൗട്ട് ദ സബ്സ്റ്റൻസ് ഇൻ വിച്ച് ടു ഇൻഹെയർ. The category of the substance itself divided into ordinary individuals or primary substance, such as Socrates, a secondary substance, such as the species man was the genus animal. Being, queer being, Aristotle articulated that the generally what motivates one to raise questions about being and to search for answers are particular a priori that present themselves to use about being. അപ്പോൾ അരിസ്റ്റോട്ടിൽ പറയുന്നത് വാട്ട് മോട്ടിവേറ്റ് വൺ ടു റേസ് ക്വസ്റ്റ്യൻ അബൌട്ട് ബീയിങ്, എന്താണ് നമുക്ക് ബീയിങ്ങിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ റേസ് ചെയ്യുന്നത് ആൻഡ് സെർച്ച് ഫോർ ആൻസർ എന്നിട്ട് അതിനുള്ള ഉത്തരങ്ങൾ കണ്ടുപിടിക്കുകയും ബീയിങ് എന്താണെന്നുള്ള ചോദ്യം വരികയും അതിനുള്ള ഉത്തരം കണ്ടുപിടിക്കുകയും പർട്ടിക്കുലർ പ്രസന്റ് ദംസെൽഫ് as to about being. അപ്പോൾ ബീയിങ് ക്വയർ ബീയിങ് എന്ന് പറയുന്നതിലൂടെ ബീയിങ് ആൻഡ് ബിക്കമിങ് മീൻസ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ റേസ് ചെയ്യുകയും അതിനുള്ള ആൻസർ വരികയും സെർച്ച് ഫോർ ആൻസർ പർട്ടിക്കുലർ എ priori that present themselves as to about being. A priori in the sense the particular problem and puzzles that we are puzzled about. അപ്പോൾ a priori എന്ന് പറയുന്നത് a particular problem and puzzle that we are puzzled. നമുക്ക് സംശയം ഉണ്ടാകുന്ന സംശയങ്ങൾ അല്ലെങ്കിൽ പ്രോബ്ലംസിനെയാണ് നമ്മൾ എന്താ പറയുക a priori ആയിട്ട് ഇതിൽ കണക്കാക്കുന്നത്. He argues that it is precisely such a priori about being that motivate us to search for what being is, and that if we are not puzzled about such problems and puzzles, then we cannot even being to search for what is being is. അപ്പോൾ ഈ പസിൽസ് ഈ എപ്രോറി ആയിട്ടുള്ള ഈ പസിൽസ് വരുന്നത് മൂലമാണ് നമ്മൾ ബീയിങ് എന്താണ് അല്ലെങ്കിൽ ബീയിങ്ങിനെ കുറിച്ചുള്ള ആൻസർ ചോദ്യങ്ങൾ വരുന്നതും അതിനെക്കുറിച്ചുള്ള സെർച്ച് വരുന്നതും ഈ പസിൽസ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ സച്ച് എ priori about being that motivate. അപ്പോൾ ഈ എ priori ആയിട്ടുള്ള ഈ പസിൽസ് ആണ് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുന്നത് ഫോർ സെർച്ച് ഫോർ വാട്ട് ഈസ് ബീയിങ്. And if we are not puzzled about such problems and puzzles, then we cannot even being
to search for what is being. അപ്പോൾ അത് ഇങ്ങനെയുള്ള സംശയങ്ങൾ ഇല്ലെങ്കിൽ നമ്മൾ being it cannot be even being, to search for what being is. ബീയിങ് ഈസ് എന്നുള്ളത് നമ്മൾ അദ്ദേഹം ഹ്യൂമൻ ആണ് ഈ ബീയിങ്ങിനെ കുറിച്ചുള്ള സെർച്ച് അല്ലെങ്കിൽ അതിനെ കുറിച്ച് എൻക്വയറിയിൽ എൻഗേജ് ചെയ്യുന്നത് എന്ന് പറയുന്നത് വാട്ട് ഈസ് ബീയിങ്, എന്താണ് അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്നുള്ളതിലേക്ക് കടക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. മെറ്റഫിസിക്സ് ദ പ്രൊജക്ട് ഫോർ സെർച്ചിങ് ഫോർ what it is for something, anything to be. അപ്പോൾ മെറ്റഫിസിക്സ് എന്ന് പറയുന്നത് വാട്ട് ഇറ്റ് ഈസ് ഫോർ സംതിങ്, എനിത്തിങ് ടു ബി എന്ന് തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഒരു അന്വേഷണമാണ് നമുക്ക് മെറ്റഫിസിക്സിലൂടെ നമ്മൾ കാണുന്നത്. ഓണ്ടോളജി ആസ് എ സയൻസ് ഓഫ് ബീയിങ് ക്വയർ ബീയിങ്. അപ്പോൾ ബീയിങ് ക്വയർ ബീയിങ്ങിനെ കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് ഓണ്ടോളജി പ്രൊവൈഡ് ചെയ്യപ്പെടുന്നത്. ബീയിങ്ങിനെ കുറിച്ചുള്ള എൻക്വയറിയാണ് നമുക്ക് ഓണ്ടോളജിയിലൂടെ നമ്മൾ നടത്തുന്നത്. A study of being queer being does not involve questions of content but address only the nature of being itself. But being itself നെ കുറിച്ചുള്ള നമ്മളെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എന്ത് വരുന്നത്, ഈ ബീയിങ് ക്വയർ ബീയിങ് അതിനെക്കുറിച്ചുള്ള കണ്ടന്റിനെ കുറിച്ച് ബട്ട് അഡ്രസ് ഓൺലി നേച്ചർ ഓഫ് ബീയിങ്. അപ്പോൾ നേച്ചർ നമ്മൾ ബീയിങ് ക്വയർ ബീയിങ് സ്റ്റഡി ഓഫ് ബീയിങ് ക്വയർ ഡസ് നോട്ട് ഇൻവോൾവ് ദ ക്വസ്റ്റ്യൻസ് ഓഫ് ദ കണ്ടന്റ് ബട്ട് അഡ്രസ് ഓൺലി നേച്ചർ. അപ്പോൾ എന്താണ് ഇതിനകത്തുള്ള അടങ്ങിയിരിക്കുന്നത് എന്നതിനെ കുറിച്ചല്ല, അതിന്റെ ബീയിങ്ങിന്റെ നേച്ചറിനെ കുറിച്ചുള്ള ഒരു എൻക്വയറി അല്ലെങ്കിൽ അന്വേഷണമാണ് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുക ബീയിങ് ക്വയർ ബീയിങ്ങിൽ വരുന്നത്. അപ്പോൾ ഒരു വസ്തുവിന്റെ എങ്ങനെയാണ് അതിന്റെ നേച്ചർ ബേസ് ചെയ്തിട്ടുള്ള എൻക്വയറിയാണ് നമുക്ക് ബീയിങ് ക്വയർ ബീയിങ്ങിലൂടെ കാണാൻ പറ്റുക. ഇറ്റ് ഈസ് എ യൂണിവേഴ്സൽ സയൻസ് കമ്പയർഡ് വിത്ത് സ്പെഷ്യൽ സയൻസ് ദാറ്റ് സ്റ്റഡി ഡിഫറെന്റ് ക്ലാസ് ഓഫ് ബീയിങ്. ഇതൊരു യൂണിവേഴ്സൽ ആയിട്ടുള്ള സയൻസ് ആണ് കമ്പയർഡ് വിത്ത് സ്പെഷ്യൽ സയൻസസ് ദാറ്റ് സ്റ്റഡി ഡിഫറെന്റ് ക്ലാസസ് ഓഫ് സയൻസ്. ഡിഫറെന്റ് ക്ലാസസ് ഉള്ള ബീയിങ്ങിനെ കുറിച്ചുള്ള സ്റ്റഡിയും അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും ഉൾക്കൊള്ളുന്ന ഒന്നാണ് അദ്ദേഹം പറയുന്ന ബീയിങ് ക്വയർ ബീയിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇൻ ഹിസ് കാറ്റഗറീസ് ഹി ഡിസ്കസ് 10 സെൻസ് ഓഫ് ബീയിങ് ആൻഡ് says that substance is a primary sense. അപ്പോൾ അദ്ദേഹത്തിന്റെ കാറ്റഗറിയിൽ അദ്ദേഹം പറയും ഹി ഡിസ്കസിങ് 10 സെൻസ് ഓഫ് ബീയിങ് ആൻഡ് saying that substance is a primary sense. അപ്പോൾ അതിൽ പറയുന്ന 10 സെൻസ് ഓഫ് ബീയിങ്ങിൽ പ്രൈമറി ആയിട്ട് വരുന്ന സബ്സ്റ്റൻസ് ആണ് പ്രൈമറി സെൻസ് ആൻഡ് സബ്സ്റ്റൻസ് is a primary sense. Other categories such as quality, quantity and relation are secondary senses. അപ്പോൾ അദ്ദേഹം പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ഡിസ്കസിങ് 10 സെൻസസ് ഓഫ് ബീയിങ് ആൻഡ് ഹി സേസ് ദാറ്റ് സബ്സ്റ്റൻസ് ഈസ് എ പ്രൈമറി സെൻസ്. അപ്പോൾ ഇതിൽ സബ്സ്റ്റൻസ് ആണ് പ്രൈമറി സെൻസ് ആയിട്ട് വരികയും അതർ കാറ്റഗറി സച്ച് ആസ് ക്വാണ്ടിറ്റി, ക്വാളിറ്റി ആൻഡ് റിലേഷൻ ആർ സെക്കൻഡറി സെൻസസ്. ഇൻ ദ സെർച്ച് of the determinant what is being, Aristotle focused his investigation on substance. അപ്പോൾ what is being എന്ന ചോദ്യത്തിൽ അദ്ദേഹത്തിന് ഫോക്കസ് ചെയ്യുന്നത് സബ്സ്റ്റൻസിലാണ് അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത്. A primary being is a primary substance which in turn is the primary essence. അപ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പ്രൈമറി ബീയിങ് എന്ന് പറയുന്നത് പ്രൈമറി ആയ സബ്സ്റ്റൻസ് ആണ് ആൻഡ് ഇറ്റ്സ് എ പ്രൈമറി എസൻസ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രൈമറി എസൻസ് ആണ് നമ്മൾ എന്താ പറയാ പ്രൈമറി ബീയിങ് ഈസ് എ പ്രൈമറി സബ്സ്റ്റൻസ് വിച്ച് ഈസ് ദ പ്രൈമറി എസൻസ്. Aristotle want to investigate being queer being, by which he means that he want to examine beings and to explore them simply in so far as they being things that are. അപ്പോൾ ബീയിങ്ങിനെ കുറിച്ചുള്ള ചോദ്യം he means to want to examine being, explore them simply insofar as they are being. അപ്പോൾ ബീയിങ്ങിനെ കുറിച്ച് എക്സ്പ്ലോർ ചെയ്യുകയും അതിനെ മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹം ബീയിങ് ക്വയർ ബീയിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത്. This is precisely to investigate what it is for something to be essence of being. Metaphysics, as Aristotle understand it, is not so much to search for a complete or general description of what there is. It is above all the search for an explanation of why something that is or
in virtue of what is something that is. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഇദ്ദേഹം it's not much search or complete or general description നൽകുക എന്നുള്ള ഒന്നല്ല അദ്ദേഹം പറയുന്നത്. വൈ സംതിങ് ദാറ്റ് ഈസ് അപ്പൊ എന്താണ് എന്തുകൊണ്ട് അത് ഇങ്ങനെ എന്നുള്ളതുകൊണ്ടും എന്തുകൊണ്ട് സംതിങ് ദാറ്റ് ഈസ് എന്നുള്ള ചെറിയ രീതിയിലുള്ള ആൻസർ നേടുക എന്ന ഉദ്ദേശമാക്കണം എന്നാണ് അദ്ദേഹം ഈ ബീയിങ് കോഎഫിഷ്യന്റിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. Aristotle's ontology is the basis of the dichotomy between substance and attributes and between essential and accidental properties. In some of his discussions, he ascribed primary substance, that is primarily being, to God. Aristotle thinks that just as a statue is a kind of composite of form and matter, so human being is a complex of soul and body. Aristotle symbolizes as connected as a form to matter. The soul is the form of the body is the matter of the soul. The primary being is substance, while all others being are attributes of substance. Hence, the study of substance, the primary being, is the center of the science of being. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഈ ontological base ചെയ്തിരിക്കുന്നത് dichotomy between the substance and attribute and between essential and accidental properties. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു വ്യത്യസ്തതയാണ് അദ്ദേഹത്തിന്റെ ontology ബേസ് ചെയ്തിരിക്കുന്നത്. In some discussions he described that primary being equal to the God, and he thinks that it's a kind of composition of form and matter. അപ്പം ഹ്യൂമൻ എന്ന് പറയുന്നത് സോൾ ആൻഡ് ബോഡിയുടെ കോംപ്ലക്സ് ആണെന്നും അതുപോലെ തന്നെ ദ സോൾ ഈസ് ദ ഫോം ഓഫ് ബോഡി എന്ന് പറയുന്നത് form of man is a soul and body is the matter of the soul. The primary being is substance, while others being are attribute of substance. അപ്പോൾ primary being എന്ന് പറയുന്നത് ഒരു സബ്സ്റ്റൻസ് ആണെന്നും ബാക്കിയുള്ള other beings are attributes of substance ആണെന്നും അദ്ദേഹം പറയുന്നു. Hence, study of substance, primary being, is the center of the science of being. അപ്പോൾ ഇതിന്റെ എല്ലാം സെന്റർ ആയിട്ട് വരുന്നത് പ്രൈമറി ബീയിങ് ആണ്. പ്രൈമറി ബീയിങ്ങിനെ അദ്ദേഹം ചില സമയത്ത് ഗോഡായിട്ട് കണക്കാക്കുന്നു. അപ്പൊ ഈ പ്രൈമറി ബീയിങ് ആയിട്ട് വരുന്ന ഗോഡ് അല്ലെങ്കിൽ ഈ സബ്സ്റ്റൻസ് ആണ് ഈ സയൻസ് ഓഫ് ബീയിങ്ങിന്റെ സെന്റർ ആയിട്ട് വരുന്നത്. The substance can be analyzed into form, matter, and the composite of matter and form. Of this, form or essence is a primary substance or ultimate reality. Of this, form അല്ലെങ്കിൽ essence ആണ് the primary substance or ultimate reality എന്ന് പറയുന്നത് ഫോം അല്ലെങ്കിൽ എസൻസ് ആണ്. The relation between soul and body should be understood in terms of the relation between form and matter. To know each thing, one needed to know its four causes. അപ്പോൾ in the relation എന്ന് പറയുന്നത് between form and matter എന്ന് പറയുന്നത് the soul and body should be understood in the term of relation between form and matter. അപ്പോൾ form and matter റിലേറ്റ് ചെയ്തിട്ടാണ് ബോഡിയുടെ ഒരു ക്രിയേഷൻ വരുന്നത്. അതിനെ മനസ്സിലാക്കുന്നതിനായിട്ട് അരിസ്റ്റോട്ടിൽ 4 കോഴ്സുകൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെയാണ് മെറ്റീരിയൽ കോസ്, the matter of which statue is made, example bronze. Second one is the formal cause, the structure of the statue. അപ്പോൾ എന്താണ് structure of the statue? Taken in one way, its shape. Thought taken more obviously, it the essence of or nature. Example, the attribute of being of a statue. അപ്പോൾ attribute of being a statue എന്നുള്ളതാണ് formal cause ആയിട്ട് അദ്ദേഹം വരുന്നത്. The third one is efficient cause, the actual agent which brought it about the matter, the bronze came to have the form it has. Example, the sculpture. അപ്പോൾ മൂന്നാമത്തെ കോഴ്സ് ആയിട്ട് വരുന്നത് അത് ശില്പിയാണ് നമുക്ക് അവിടെ വരുന്നത്. The final cause, the function or purpose of the statue, what the statue is for. Example, to honor a president. In natural things, the formal cause, efficient cause, and final cause are coincide. They are drivers of operation of same form. Natural things progress from
potentiality to actuality. The whole universe is ordered. It is the pursuit of eternity is moving by the prime mover. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് the whole universe is ordered ആയിട്ടുള്ള ഒന്നാണെന്നും അത് മൂവ്ഡ് ബൈ ദ പ്രൈം മൂവർ ആയിട്ടുള്ള ഗോഡാണ് ഇതിനെ മൂവ് ചെയ്യിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ all natural things, the formal cause, efficient cause and final cause are coincide. അപ്പോൾ ഈ നാച്ചുറൽ ആയിട്ടുള്ള വേൾഡിനകത്ത് ഈ മൂന്ന് ഘടകങ്ങളും ഫോർമൽ കോസും എഫിഷ്യന്റ് കോസും ഫൈനൽ കോസും നമുക്ക് കോയിൻസിഡ് ആയിട്ട് നമുക്ക് സംഭവിക്കും എന്നാണ് പറയുന്നത്. ദ ഡൈവേഴ്സ് ഓപ്പറേഷൻ ഓഫ് ദ സെയിം ഫോം. അപ്പോൾ അത് പലതരത്തിലുള്ള സെയിം ഫോമിന്റെ വിവിധങ്ങളായ ഓപ്പറേഷൻസ് ആയിട്ടാണ് നമുക്ക് അരിസ്റ്റോട്ടിൽ പറയുന്നത്. നാച്ചുറൽ തിങ്സ് പ്രോഗ്രസ് ഫ്രം പൊട്ടൻഷ്യാലിറ്റി ടു ആക്ച്വാലിറ്റി. പൊട്ടൻഷ്യാലിറ്റിയിൽ നിന്നും ആക്ച്വാലിറ്റിയിലേക്കുള്ള ഒരു ബിക്കമിങ് ആണ് ഇവിടെ ഈ നാച്ചുറൽ തിങ്സിന്റെ കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് മറ്റേ അരിസ്റ്റോട്ടിൽ പറയുന്നത്. ദ ഹോൾ യൂണിവേഴ്സ് ഈസ് ഓർഡേർഡ്. Descartes' view. Descartes' philosophical system, founded on his method of systematic doubt, accept nothing as true that could not be evidently and distinctly perceived to be true. അപ്പോൾ ഡെക്കാർട്ട് അദ്ദേഹത്തിന്റെ ചിന്താരീതി ബേസ് ചെയ്തിരിക്കുന്നത് സിസ്റ്റമാറ്റിക് ഡൗട്ടിൽ ബേസ് ചെയ്തിട്ടുള്ള ഫിലോസഫിയാണ് ഡെക്കാർട്ട് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. അദ്ദേഹം പറയുന്നത് ആക്സെപ്റ്റ് നത്തിങ് ആസ് ട്രൂ ദാറ്റ് കുഡ് നോട്ട് ബി എവിഡന്റ്ലി ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ്ലി പെർസീവ്ഡ് ടു ബി ട്രൂ. അപ്പോൾ നമുക്ക് സത്യമാണ് എന്ന് കണക്കാക്കാൻ പറ്റാവുന്ന ഒന്നിനെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുകയില്ല എന്ന് പറയാം. നമുക്ക് കൃത്യമായിട്ട് സത്യമാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് ഡൗട്ടിലൂടെ നമുക്ക് സിസ്റ്റമാറ്റിക് ഡൗട്ടിലൂടെ വെരിഫൈ ചെയ്ത ശേഷം ഉണ്ടാകുന്ന ട്രൂത്തിനെ മാത്രമേ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. He attempted to demolish all prejudice and preconceived opinions to establish a firm and stable metaphysical basis for his system. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ നിലനിൽക്കുന്ന ഈ പ്രജുഡ്യൂസ് ആയ പ്രീകൺസീവ്ഡ് ആയ ഒപ്പീനിയൻസിനെ മാറ്റി നിർത്തിക്കൊണ്ട് എങ്ങനെയാണ് മെറ്റാഫിസിക്കൽ ബേസ് ഓഫ് എന്ന് പറയാം സിസ്റ്റമാറ്റിക് ഡൗട്ടിലൂടെ നമുക്ക് എങ്ങനെ മെറ്റാഫിസിക്കൽ ബേസ് ഉണ്ടാക്കാം, എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് അദ്ദേഹത്തിന്റെ ഫിലോസഫി മുന്നോട്ട് വയ്ക്കുന്നത്. He apprehends that for each of us the first indubitable truth is I am thinking, therefore I exist. I am thinking, therefore exist എന്ന കൊഗിറ്റോ എർഗോസത്തിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു മോട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫിലോസഫിയുടെ കാതൽ എന്ന് പറയുന്നത് I think, therefore I exist എന്ന ചിന്താഗതിയാണ്. Even if I doubt my existence, there must be exist an I. Who can doubt? അപ്പോൾ നമ്മൾ തന്നെ ഡൗട്ട് ചെയ്യുമ്പോഴും നമ്മളൊരു എക്സിസ്റ്റൻസ് ഉണ്ട്, അതുകൊണ്ടാണ് നമുക്ക് ഡൗട്ട് ചെയ്യാൻ പറ്റുന്നത്, അതുകൊണ്ടാണ് ഐ എക്സിസ്റ്റ് എന്ന് പറയാൻ പറ്റുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ ചിന്താരീതിയിൽ പറയുന്നത്. Descartes established the method of doubt to eliminate doubt and found something indoubtable. Doubt is employed to lead the mind away from the sense and towards rational truth. അപ്പോൾ ഈ ഡൗട്ട് നമ്മളെ റാഷണൽ ആയിട്ടുള്ള ട്രൂത്തിലേക്ക് നയിക്കുമെന്നാണ് ഡെക്കാർട്ടിന്റെ ഫിലോസഫി പറയുന്നത്. Descartes divided the world into extended substance or matter, thinking substance or mind or soul. A body may extend in many ways, and this is the foundation of the various properties of matter. അപ്പോൾ ഒരു ബോഡി പല രീതിയിലും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മുടെ സബ്സ്റ്റൻസ് ആയിട്ടുള്ള എക്സ്റ്റെൻഡ് സബ്സ്റ്റൻസ് ആയിട്ടുള്ള മാറ്ററിന്റെ പ്രോപ്പർട്ടി ആയി കണക്കാക്കുന്നത്. The soul is entirely distinct from the body. He used to term mind and soul interchangeably. അത് മൈൻഡ് ആൻഡ് സോൾ എന്ന് ഈ രണ്ട് എന്തിനെ പറയുന്നു, സോളിനെയും സോളിനെ ചില സമയത്ത് അത് മൈൻഡ് എന്നും മൈൻഡിന്റെ ചില സമയത്ത് സോൾ അങ്ങനെയുള്ള മാറി മാറി അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. For him, the mind is identical to self, person, the substance that thinks, believes, doubt, desire and act. അപ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ മൈൻഡാണ് ഒരു പേഴ്സന്റെ
identical of self. അപ്പോൾ ഒരു പേഴ്സന്റെ സെൽഫ് ആയിട്ട് കണക്കാക്കുന്ന അദ്ദേഹം മൈൻഡിനെയാണ്, which have the capacity to think, believe, doubt, desire and act. Although it joins the body during life, the soul is incorporeal, not extended, can survive the death of the body. ബോഡിയും മൈൻഡും ലൈഫിൽ അത് ഒന്നു ചേരെങ്കിലും സോൾ ഇസ് ഇൻകോപ്പറബിൾ ആയ ഒന്നാണ്, അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് ഇറ്റ് ക്യാൻ സർവൈവ് ദ ഡെത്ത് ഓഫ് ദ ബോഡി. ബോഡി നശിച്ചാലും സോൾ നിലനിൽക്കുമെന്ന ഒരു ചിന്തയാണ് ഡെക്കാർട്ട് പുറപ്പെടുവിക്കുന്നത്. ഡെക്കാർട്ട് ആൾസോ ക്ലെയിം ദാറ്റ് സോൾ ആർ സിമ്പിൾ ഓർ വിത്തൗട്ട് പാർട്ട്. അപ്പോൾ സോൾ എന്നുള്ളത് സിമ്പിൾ ആയ ഒരു എൻറ്റിറ്റി ആണെന്നും അതിന് പാർട്ടുകളില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. Descartes' most eminent metaphysical doctrine, and as the main form of dualism, it has significantly influenced modern European philosophy. അപ്പോൾ അദ്ദേഹത്തിന് മെറ്റാഫിസിക്കൽ നോമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഈ ഡ്യൂലിസ്റ്റിക് നേച്ചർ ഓഫ് ഹ്യൂമൻ ആണ് അദ്ദേഹത്തിന്റെ മെറ്റാഫിസിക്കൽ ആയിട്ടുള്ള ഏറ്റവും വലിയൊരു കൺസെപ്റ്റ്. അത് വളരെയധികമായി മോഡേൺ ഫിലോസഫിയെ വളരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഈ കൺസിഡേർഡ് ഹ്യൂമൻ ബീയിങ് ഈസ് നോട്ട് ആൻ ഓർഗാനിക് വോൾ ബട്ട് എ amalgam of two distinct entities, mind and body. അപ്പോൾ മൈൻഡ് ആൻഡ് ബോഡിയുടെ അമാൽഗമാണ് ഹ്യൂമൻ ബീയിങ് എന്നാണ് അദ്ദേഹം പറയുന്നത്. Descartes emphasized that consciousness is the essence of the mind. അപ്പോൾ കോൺഷ്യസ്നസ് അല്ലെങ്കിൽ അവബോധമാണ്, ബോധാവസ്ഥയാണ് നമ്മുടെ എസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത്. നമ്മളെ കുറിച്ചുള്ള അവബോധമാണ്. On Cartesian view, consciousness is irreducibly subjective in the sense that the individual with the consciousness seems to have privilege access to it in a way that no one else can achieve. The mind and the body are the two sovereign things, but throughout life they interact with each other. Interaction contrasts with another dualist position, parallelism, which repudiates any causal relation between mind and body. അപ്പോൾ ഇപ്പൊ തമ്മിൽ ഇന്ററാക്ഷൻ നടക്കുന്നത് ഒരു പാരലിസിസ് മെത്തഡിലൂടെ മീൻസിലൂടെയാണ് ബോഡി ആൻഡ് മൈൻഡ് കൊളാബറേറ്റ് ചെയ്ത് ലൈഫിലെ ഹ്യൂമൻ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്നത്. Descartes applied to the pineal gland as a locus of mind body interaction. അപ്പോൾ അതുകൊണ്ട് pineal gland ആണ് ഇതിനെ ഇവ തമ്മിലുള്ള ഒരു ഒത്തൊരുമയ്ക്ക് കാരണമായി പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഇന്ററാക്ഷൻ നടക്കുന്ന ഒരു സ്ഥലമായി പറയുന്നത് അദ്ദേഹം pineal glandനെയാണ് ഉദ്ദേശിക്കുന്നത്. Descartes dualism by forwarding the doctrine of occasionalism to explain the interaction between mind and body. Descartes distincts substance as whose existence does not depend on other things. Primarily speaking, only one substance, namely God. അപ്പോൾ അദ്ദേഹത്തിന്റെ the distinct substance that whose existence does not depend on other things is God. അപ്പോൾ അദ്ദേഹം പറയുന്ന വൺ സബ്സ്റ്റൻസ് ആണ്. അങ്ങനെ നിൽക്കുന്ന എൻറ്റിറ്റി, സ്വന്തമായി നിൽക്കുന്ന എൻറ്റിറ്റി ഉള്ള വൺ സബ്സ്റ്റൻസ് ആയി അദ്ദേഹം കണക്കാക്കുന്നത് ഗോഡിനെയാണ്. God is the only uncreated substance. Since doubt is the imperfect state, he inferred his existence of God as a perfect being. അപ്പോൾ doubt is a imperfect state ആയിരിക്കുന്ന സമയത്തും he inferred the existence of God as a perfect being. God causes every event and the act of on the proper occasion to make things harmonious. അപ്പോൾ ഗോഡാണ് എല്ലാ തിങ്ങൾക്കുമായിട്ട് ഹാർമോണിയസ് ആയിട്ടുള്ള ഒക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഗോഡ് എന്നുള്ള കൺസെപ്റ്റ്, ഗോഡ് എന്ന സബ്സ്റ്റൻസിന് മൂലമാണെന്നാണ് പറയുന്നത്. Reflection of his nature as a doubter and an imperfect, he raised the queries that how could we acquire the notion of things other than himself? Most of them have been created by themselves. But the idea of God as exemption. അപ്പോൾ അദ്ദേഹം പറയുന്നത് നമ്മളിങ്ങനെ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ഇങ്ങനെ കുറേകൾ നമ്മൾ ചെയ്യുന്ന നമുക്ക് എങ്ങനെയാണ് മറ്റുള്ളവയെ കുറിച്ചുള്ള മോഷൻ നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ അത് കുറെയെല്ലാം നമ്മൾ തന്നെ സൃഷ്ടിക്കുന്നതാണെങ്കിലും ഗോഡ് എന്നുള്ള ഐഡിയ എന്ന് പറയുന്നത് ഒരു എക്സെപ്ഷൻ ആണ് എന്നാണ് പറയുന്നത്. ഈ യൂസ്ഡ് ഫ്രേസ് ഡിവൈൻ ഒക്കേറൻസ്, ഡിവൈൻ ആയിട്ടുള്ള കൺകറൻസ് ആണ് ഗോഡ് എന്നുള്ള ഡിവൈൻ കൺകറൻസ് ടു
express the view that things are allowed by God to act under their system as they were created. He used a phrase divine concurrence to express the view that things are allowed by God to act under their systems as they were created. അപ്പോൾ ഗോഡാണ് ഇതിൻ്റെ എല്ലാം ഫണ്ടമെന്റൽ ആയിട്ട് നിൽക്കുന്ന എൻറ്റിറ്റി അല്ലെങ്കിൽ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. He implies that an imperfect being cannot cause itself to have an idea of perfect good. അപ്പോൾ imperfect ആയ ഒരു ബീയിങ്ങിന് നമുക്ക് പെർഫെക്റ്റ് ആയുള്ള ഐഡിയ ആയ ഗോഡിനെ കുറിച്ചുള്ള ഒരു പെർഫെക്റ്റ് ബീയിങ്ങിനെ കുറിച്ചുള്ള ഐഡിയ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. ഗോഡ് എന്നുള്ളത് എൻറ്റിറ്റി. Therefore, God must be the cause of his idea of God. God therefore must exist. അപ്പോൾ ഗോഡാണ്, ഗോഡ് എന്നുള്ള ഐഡിയ നമ്മളിലുണ്ട്, നമുക്ക് തരുന്നത് ഗോഡാണ്. അതുകൊണ്ട് തന്നെ ഗോഡ് therefore must exist. അതുകൊണ്ട് തന്നെ അത് തീർച്ചയായും നിലനിൽക്കുന്ന ഒന്നാണ്. Spinoza's view. Spinoza did not refer to created things as substance. അപ്പോൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരുന്ന തിങ്സിനെ സബ്സ്റ്റൻസ് ആയിട്ട് കണക്കാക്കുന്നില്ല. For him, the substance was a causacy, a self-caused. Spinoza claimed that there is only one substance in which all attributes and modes. That substance, two names, God or nature. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ കോസസി, അതായത് സെൽഫ് കോസ്ഡ് ആയിട്ടുള്ള ആകെ ഒരു സബ്സ്റ്റൻസേ ഉള്ളൂ. അതിനകത്താണ് എല്ലാ ആട്രിബ്യൂട്ട്സും മോഡ്സും ഉൾക്കൊണ്ടിരിക്കുന്നത്. ആ സബ്സ്റ്റൻസിനെ ടു നെയിംസ് ഉണ്ട്, ഒന്ന് ഗോഡ് അല്ലെങ്കിൽ നേച്ചർ എന്നാണ് അദ്ദേഹം പറയുന്നത്. സബ്സ്റ്റൻസ് ഈസ് നെസസറി, ഇൻഫിനിറ്റ്, എറ്റേണൽ, യുണീക്ക് ആൻഡ് ആൾ ഇൻക്ലൂസീവ്. അപ്പോൾ ഈ സബ്സ്റ്റൻസ് ഇൻഫിനിറ്റ് ആണ്, എറ്റേണൽ ആണ്, യുണീക്ക് ആണ് ആൻഡ് ആൾ ഇൻക്ലൂസീവ് ആണത്. Substance for Spinoza was therefore identical with the wholly self-sufficient, all-embracing reality. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു all-embracing റിയാലിറ്റിയാണ് സബ്സ്റ്റൻസ്. God is cause nothing but anything else but by itself. അപ്പോൾ ഗോഡ് എന്നുള്ളതിൻ്റെ കാരണമായി വരുന്നത് വേറെ ഒന്നുമല്ല, അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആണ് അദ്ദേഹം അതിനെ ഒരു സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. Here, cause is not used to its ordinary sense as the agency that brings something into it. The chief characteristic of his pantheism is that extension and thought are the attributes that constitute the essence of substance. അപ്പോൾ തോട്ടും എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് രണ്ട് ആട്രിബ്യൂട്ട്സ് ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. But the two attributes do not constitute two being or two different substance. അപ്പോൾ ഈ രണ്ട് ആട്രിബ്യൂട്ട്സ് ഒരിക്കലും ഒരു ബീയിങ്ങിനെയോ അല്ലെങ്കിൽ ഒരു ഡിഫറെൻ്റ് ആയ സബ്സ്റ്റൻസിനെയോ അദ്ദേഹം കണക്കാക്കുന്നില്ല. There cannot be two distinct substances of the same nature. അതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് സെയിം നേച്ചർ ആയിട്ടുള്ളത് ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. God might be considered to be the creator of the world, and nature might be conceived to be that which God created. But God is nature and nature is God. There is no formal distinction between God and nature. He considers that God is creator of the world and nature might be conceived to be to which God created, but God is nature. Spinoza thus denied the contest between God and the world. The standard definition Spinoza offered for substance is something which is in itself and conceived through itself. അപ്പോൾ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻ ഇറ്റ് സെൽഫും ആൻഡ് കൺസീവ്ഡ് ത്രൂ ഇറ്റ് സെൽഫ് ആയിട്ടിരിക്കുന്ന ഒന്നാണ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. അത് ഗോഡാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. For him, the attributes are the things that constitute, express the essence or nature of the God or substance.
A substance has an immeasurable number of attributes, each of which express one infinite and eternal essence. സബ്സ്റ്റൻസിനായിട്ട് അത് തന്നെ നമ്മളത് കൗണ്ടബിൾ അൺകൗണ്ടബിൾ ആയ നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. Though the human intellects know only two attributes, thought and extension. അപ്പോൾ ഹ്യൂമൻ ആകെ മനസ്സിലാക്കുന്ന രണ്ട് ആട്രിബ്യൂട്ടുകളാണ് thought and extension എന്നുള്ളത്. That there is a real distinction between thought and extension. He developed the theory of psychophysical parallelism to explain their interactions. Spinoza's philosophy of mind is often called parallelism. Psychophysical parallelism claims that the mental realm and the physical realm do not affect each other in any way. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈക്കോഫിസിക്കൽ പാരലിസത്തിൽ അദ്ദേഹം പറയുന്നത് the mental realm and physical realm do not affect each other in any way. അപ്പോൾ ഈ രണ്ടും മറ്റൊരു ഘടകത്തെ എഫക്റ്റ് ചെയ്യാതെ നിലനിൽക്കുന്നു എന്നാണ് സ്പിനോസ പറയുന്നത്. Instead, they are independent of each other, although there is an exact correspondence between them. അവർ ഇൻഡിപെൻഡന്റ് നിൽക്കുകയാണെങ്കിലും അവർ തമ്മിൽ ഒരു കറസ്പോണ്ടൻസ് നിലനിൽക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. The order and connection of ideas are the same as the order and connection of things. അപ്പോൾ ഈ ഓർഡർ ഓഫ് ദ ഐഡിയാസും ഐഡിയകളെയും ഓർഡർ ഓഫ് ദ കണക്ഷൻ ഓഫ് തിങ്സും ഒന്ന് തന്നെയാണെന്നാണ് പറയുന്നത്. According to which God has an idea of everything that follows from any of his attributes. Because the notions in God themselves are among us, the thing follow from his attribute of thought. There is necessarily in God an idea of every idea that there is in him. അദ്ദേഹം പറയുന്ന പ്രകാരം God has an idea of everything that follows from his attribute. അപ്പോൾ an idea of God എന്നുള്ള ഒരു കൺസെപ്റ്റ് ഈ ഗോഡിൽ നിന്ന് പുറപ്പെടുന്ന ആട്രിബ്യൂട്ട്സിൽ തന്നെ അയാൾ അടങ്ങിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ബിക്കോസ് നോഷൻ ഓഫ് ഗോഡ് ദംസെൽഫ് ആർ എമംഗ് ദ തിങ്സ് ഫോളോയിങ് ഫ്രം ഹിസ് ആട്രിബ്യൂട്ട് ഓഫ് തോട്ട്. അപ്പോൾ ഗോഡിൽ നിന്ന് വരുന്ന ഈ ആട്രിബ്യൂട്ടുകൾ തന്നെ ആയതുകൊണ്ട് ഈ കൺസെപ്റ്റും അതിൽ അടങ്ങിയിരിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്പിനോസ മോണിസം argued that God nature was a single ultimate reality. Kant's view. Kant measured metaphysics as a system of knowledge arising out of pure reason. അപ്പോൾ കാന്റ് കണക്കാക്കിയിരിക്കുന്ന മെറ്റഫിസിക്സ് ആസ് എ സിസ്റ്റം ഓഫ് നോളജ് അറൈസിങ് ഔട്ട് ഓഫ് പ്യൂർ റീസൺ. പ്യൂർ റീസണിൽ നിന്ന് ഉയർന്നു വരുന്ന ഒന്നാണ് മെറ്റഫിസിക്സ് എന്നാണ് കാന്റ് കണക്കാക്കുന്നത്. Knowledge which is attained a priori and comprehend only a priori concept. ഇപ്പൊ നോളജ് എന്നുള്ളത് a priori ആയിട്ടുള്ള അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന a priori ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. It is divided into hypothetical part and metaphysics of nature and a practical part, the metaphysics of morals. It is divided into hypothetical part, the metaphysics of nature, and practical part, the metaphysics of morals. അപ്പോൾ ഈ അദ്ദേഹത്തിന്റെ ഈ കൺസെപ്റ്റ് രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് മെറ്റഫിസിക്സ് ഓഫ് നേച്ചർ ആൻഡ് എ പ്രാക്ടിക്കൽ പാർട്ട് വരുന്നത് മെറ്റഫിസിക്സ് മോറൽസിലും ഹൈപ്പോത്തറ്റിക്കൽ പാർട്ട് വരുന്നത് മെറ്റഫിസിക്സ് ഓഫ് നേച്ചറിലാണ്. മെറ്റഫിസിക്സ് ഓഫ് നേച്ചർ ഡീൽ ചെയ്യുന്നത് ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള പാർട്ടാണെങ്കിൽ മെറ്റഫിസിക്സ് ഓഫ് മോറൽസിൽ ഇതിന്റെ പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് ആണ് ഡീൽ ചെയ്യുന്നത്. The metaphysics of nature discusses the principle of pure reason that derived from mere concept and employed in a theoretical knowledge of all things. അപ്പോൾ metaphysics of nature ചെയ്യുന്നത് discuss the principle of pure reason. അപ്പോൾ pure reasonന്റെ principlesനെ discuss ചെയ്യുകയും and derived from mere concept to and employ in a theoretical knowledge of all things. അപ്പോൾ theoretical knowledge എല്ലാ മെറ്റഫിസിക്കൽ നോഷനുമായിട്ടുള്ള theoretical knowledge ഡീൽ ചെയ്യുന്ന ഒരു വശമാണ് metaphysics of nature. The metaphysics of nature divided into transcendental philosophy, which deals with understanding the reason without taking into account of object given. Metaphysics of nature divided into transcendental philosophy,
The metaphysics of morals, also moral proper, deals with the prior principle of morality. That is the principle that determine and make necessary all our actions. About morality ചെയ്യുന്നത് is make principles that അത് determine ചെയ്യുകയാണ്. ആ principle determine and make necessary of all our actions. അപ്പം എല്ലാ മനുഷ്യന്റെ എല്ലാ ആക്ഷനുകളെയും നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ പ്രിൻസിപ്പിൾസും അതായത് ഡിറ്റർമിൻ ചെയ്യുന്ന അതിന്റെ റൈറ്റ് ആൻഡ് റോങ് ഉള്ള മോറൽ പോസിബിലിറ്റികളെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ശാഖയാണ് ദ മെറ്റാഫിസിക്സ് ഓഫ് മോറൽസ്. The metaphysics of moral, also called moral proper, deals with the prior principle of morality. In both metaphysics of nature and metaphysics of moral, there are transcendental analytic, which concern the authentic application of their a priori principle within bound of experience. അപ്പോൾ a priori principle in a bound of experienceലൂടെ കണക്കാക്കുന്ന ഒരു authentic application നമുക്ക് ഈ മെറ്റഫിസിക്സ് മോറൽസിലും ഈ അല്ലെങ്കിൽ ട്രാൻസെൻഡന്റൽ അനലിറ്റിക്കിൽ നമുക്ക് കാണുവാൻ സാധിക്കും. Transcendental dialectic, which discloses the fallacies in the traditional metaphysics. അദ്ദേഹത്തിന്റെ transcendental dialectics, which disclose the fallacies in the traditional metaphysics. The critique of pure reason reveals in a detail the illusions or errors of traditional metaphysics. അപ്പോൾ critique of pure reason എന്ന അദ്ദേഹത്തിന്റെ ചിന്ത reveals detailed illusions of error and traditional metaphysics. Traditional metaphysics illulla illusions നെയും error നെയും തുറന്നു കാണിക്കുന്ന ഒന്നാണ് the critique of pure reason. Especially the rational cosmology, rational psychology and rational theology. ഈ തുടങ്ങിയുള്ള illusionനെയും എററിനെയും തുറന്നു കാണിക്കുന്ന ഒന്നാണ് അദ്ദേഹത്തിന് critique of pure reason എന്ന കൃതി അല്ലെങ്കിൽ അതിൽ വരുന്ന ആശയങ്ങൾ. The analytic and dialectic represent both sides of Kant's attitude towards metaphysics. The metaphysics of his critical philosophy can inquire into the properties of things and show the limit of human reason. അപ്പോൾ അദ്ദേഹത്തിന്റെ മെറ്റഫിസിക് നോഷൻസ് നമ്മുടെ എൻക്വയർ ഇൻ ടു ദ പ്രോപ്പർട്ടീസ് ഓഫ് തിങ്സ് എന്നതിൻ്റെ ഒപ്പം തന്നെ ഹ്യൂമന്റെ ലിമിറ്റ് ഓഫ് റീസണിങ് ചെയ്യുന്ന അതിന്റെ ലിമിറ്റ് ഓഫ് ഹ്യൂമൻ റീസണിന്റെ ലിമിറ്റും അദ്ദേഹത്തിന്റെ കൃതികളിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചിന്തയിൽ നമുക്ക് കാണാൻ സാധിക്കും. Hence, rather than being totally demolished, metaphysics need redefinition or reconstruction. Kant, who maintains that empirical reality of what he calls appearance. For he said that a human understanding was so created that it lost itself in a paradox once it ventured out beyond its limits of possible experience and attempt to deal with things in themselves. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ് വാസ് ക്രിയേറ്റഡ് ഇറ്റ് lost a paradox when we come out beyond the limit of possible experience and attempt to deal with things in themselves. നമുക്ക് ഉള്ള ലിമിറ്റ്സിന് ബിയോണ്ടായി നമ്മൾ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ we lost itself in a paradox. അപ്പോൾ നമ്മളൊരു പാരഡോക്സിക്കലായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ പോകുന്നത് എന്ന് പറയുമ്പോൾ we are going beyond the limits of possible experiences. Thus he made the impossible of a transcendental metaphysics is not a matter of logic but a matter of fact. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് ട്രാൻസെൻഡന്റൽ മെറ്റാഫിസിക്സ് ഈസ് നോട്ട് എ മാറ്റർ ഓഫ് ലോജിക് ബട്ട് ഇറ്റ്സ് എ മാറ്റർ ഓഫ് ഫാക്ട് ആയിട്ടാണ് അദ്ദേഹം ഈ ട്രാൻസെൻഡന്റൽ മെറ്റാഫിസിക്സിനെ കാണുന്നത്. He asserted not that our mind could not conceivably have had the power of penetrating beyond the phenomenal world, but merely that they were in fact barren of it. നമുക്കതിനുള്ള ഫിനോമിനൽ വേർഡിന്റെ അതിനപ്പുറത്തേക്കുള്ള ഒരു തരിശാണ് they were in fact barren of it. അപ്പോൾ നമുക്ക് our mind could not conceivable have had the power of penetrating beyond the phenomenal world. ഫിനോമിനൽ വേൾഡിന്റെ പുറത്തേക്ക് നമുക്ക് കൺസീവ് ചെയ്യുവാനായിട്ട് നമുക്ക് മൈൻഡ് കുഡ് നോട്ട്
it's not possible to conceive beyond our phenomenal world എന്നാണ് അത്. And in Kant's philosophy, transcendence has two diverse sense. First, there are principles that go beyond boundaries of possible experience. അപ്പോൾ അവിടെ ഒന്നാമതായി പറയുന്ന പ്രിൻസിപ്പിൾസ് ഗോ ബിയോണ്ട് ദ ബൗണ്ടറീസ് ഓഫ് നമ്മുടെ പോസിബിൾ എക്സ്പീരിയൻസിന് പുറത്തേക്ക് പോകുന്ന നോംസിനെയാണ് അദ്ദേഹം പറയുന്നത്. അതിൽ പെടുന്നതാണ് psychological, cosmological and theological ideas discussed in the transcendental dialectic. Transcendental dialectical സംസാരിക്കുന്ന സൈക്കോളജിക്കൽ അല്ലെങ്കിൽ കോസ്മോളജിക്കൽ ആൻഡ് തിയോളജിക്കൽ ആയ ഐഡിയാസ് ആണ് ഈ ഒന്നാമത്തെ ഘടകത്തിൽ വരുന്നത്. Secondly, things in themselves which occurs beyond the limit of possible experience are transcendent. പിന്നെ ഉള്ളത് things in themselves which occurs beyond the limit of possible experience are transcendent. Kant also called this transcendent reality. When a transcendental ideas are thought to be a transcendent reality, we have what can call transcendental illusion. അപ്പോൾ ഈ ട്രാൻസെൻഡന്റൽ ഐഡിയാസിനെ നമ്മൾ ട്രാൻസെൻഡന്റൽ റിയാലിറ്റി ആയി കൺസിഡർ ചെയ്യുമ്പോഴാണ് നമുക്ക് ട്രാൻസെൻഡന്റൽ ഇല്യൂഷൻസ് നമ്മളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. The positivist view. For logical positivists, the study was organized in the logical form of scientific discourse, and much traditional philosophical discourse was excluded as nonsense. Well, positives view ഒരു പഠനം എന്ന് പറയുന്നത് ലോജിക്കൽ ഫോം സയന്റിഫിക് ഡിസ്കോഴ്സ് ആയിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ലോജിക്കൽ ഫോം ഓഫ് സയന്റിഫിക് ഡിസ്കോഴ്സിലൂടെയാണ് നമുക്ക് ഒരു കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുതാപരമായ കാര്യങ്ങളെ അപഗ്രഥിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ലോജിക്കൽ ഫോം ഓഫ് സയന്റിഫിക് ഡിസ്കോഴ്സസിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഇപ്പോൾ നിലനിൽക്കുന്ന ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ഡിസ്കോഴ്സസ് എല്ലാം ഒരു നോൺസെൻസ് ആയിട്ടാണ് അദ്ദേഹം പോസിറ്റിവിസ്റ്റ് വ്യൂസ് കണക്കാക്കുന്നത്. The logical positivists acknowledged an empiricist principle of meaning known as the verification principle. അപ്പോൾ വെരിഫിക്കേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഒരു എംപിരിസിസ്റ്റ് പ്രിൻസിപ്പിളിന്റെ ബേസ് ചെയ്തിട്ടാണ് ഇവരുടെ ഈ ശാഖ മുന്നോട്ട് പോകുന്നത്. Non-analytic statement, that is synthetic empirical statements, are meaningful if and only if their truth can be verified in experience. അപ്പോൾ synthetic and empirical statements non-analytic statement, that is synthetic empirical statement, are meaningful. ഈ സ്റ്റേറ്റ്മെന്റുകൾ non-analytical statements, synthetic empirical statements are meaningful if and only if their truth can be verified in experience. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ മീനിങ്ഫുൾ ആവുന്നത് അത് വെരിഫൈഡ് പ്രിൻസിപ്പിൾ പ്രകാരം അത് ട്രൂത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു സ്റ്റേറ്റ്മെന്റ് വാലിഡ് ആവുന്നുള്ളൂ എന്നാണ് പോസിറ്റിവിസ്റ്റുകളുടെ നിഗമനം. ഇൻ സ്ലോഗൻ ഫോം, the meaning is the way of verification. The logical positivists used this measure to show the statement of traditional metaphysics were meaningless since their truth or falsity made no difference in experience. അപ്പോൾ ഇപ്പോൾ നിലനിൽക്കുന്ന ട്രഡീഷണൽ മെറ്റാഫിസിക്കൽ നോംസുകളെല്ലാം മീനിങ്ലെസ് ആണ് എന്ന് അത് അവരുടെ ട്രൂത്ത് ആൻഡ് ഫാൾസിറ്റി മേഡ് എന്നാണ് അവർ പറയുന്നത്. കാരണം അതിന്റെ ട്രൂത്ത് ആൻഡ് ഫാൾസിറ്റിയെ അതിനെ ഈ വെരിഫിക്കേഷൻ തിയറിയിലൂടെ പ്രിൻസിപ്പിളിലൂടെ തെളിയിക്കാൻ അല്ലെങ്കിൽ പ്രൂവ് ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് അവർ പറയുന്നത്. Apprehended that the duty of philosophy was not to uncover elusive metaphysical truth but to provide analytical scientific sentences. അപ്പോൾ ഫിലോസഫിയുടെ കടമ എന്ന് പറയുന്നത് എലൂസീവ് ആയിട്ടുള്ള മെറ്റഫിസിക്കൽ ട്രൂത്തിനെ അൺകവർ ചെയ്യുക അല്ലെങ്കിൽ വെളിപ്പെടുത്തുക എന്നുള്ളതല്ല, ബട്ട് പ്രൊവൈഡ് അനലൈസ് ഓഫ് സയന്റിഫിക് സെന്റൻസ്. പക്ഷേ ഒരു സയന്റിഫിക് ആയിട്ടുള്ള സെന്റൻസ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഫിലോസഫിയുടെ ലക്ഷ്യം എന്നാണ് പോസിറ്റിവിസ്റ്റുകൾ. The logical positivists try to show that there can be no synthetic a priori at all. Synthetic a priori എന്നുള്ള ഒരു കൺസെപ്റ്റ് നിലനിൽക്കുന്നില്ല എന്നാണ് പോസിറ്റിവിസ്റ്റുകൾ പറയുന്നത്.
they extended conventionalism to logic and mathematics. They assumed that empirical science required a logico-mathematical outline to bring place before theories can get any grip on reality. അപ്പോൾ ആദ്യമായി എംപിരിക്കൽ സയൻസ് ചെയ്യേണ്ടത് ലോജിക്കൽ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ ക്രിയേറ്റ് ചെയ്യുക എന്നാണ് പോസിറ്റിവിസ്റ്റുകൾ പറയുന്നത്. The conventional and analytical framework is purely formal and is empty of factual content. അപ്പോൾ ഇപ്പോൾ നിൽക്കുന്ന കൺവെൻഷണൽ ആൻഡ് അനലിറ്റിക്കൽ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് ഒരു ഫോർമലായി നിൽക്കുന്ന ഒന്നാണെന്നും അത് ഫാക്ച്വൽ കണ്ടന്റ് അതിനകത്ത് യാതൊന്നുമില്ല എന്നാണ് പോസിറ്റിവിസ്റ്റുകൾ പറയുന്നത്. According to logical positivists, however, many words are deprived of any sense through their metaphysical use. According to logical positivists, however, many words are deprived of any sense through their metaphysical use. Metaphysical use ആയിട്ടുള്ള വേർഡുകൾക്ക് യാതൊരു മീനിങ് അല്ലെങ്കിൽ അത് ഒന്നിനെ ഡിനോട്ട് അല്ലെങ്കിൽ എന്തിനേയും യാതൊന്നും ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ മീനിങ് ആയിട്ടുള്ള ഒരു ഫാക്ച്വൽ ആയിട്ടുള്ള ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നാണ് അവർ പറയുന്നത്. Terms such as principle, God, absolute, infinite, being, as being, and essence are all pseudo concept. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മെറ്റഫിസിക്കൽ നോഷൻസ് ആയ ഗോഡ്, ദ ആബ്സല്യൂട്ട്, ദ ഇൻഫിനിറ്റ്, ദ ബീയിങ്, ആസ് ബീയിങ്, ദ എസൻസ് എന്നെല്ലാം സൂഡോ ആയുള്ള കൺസെപ്റ്റ് ആയിട്ടാണ് അവർ പറയുന്നത്. They fail to satisfy the empirical measure of meaningfulness, and the definition given to them is metaphysical as pseudo definitions. അപ്പോൾ ഒരു എംപിരിക്കൽ മെഷറായ മീനിങ്ഫുൾനെസ് ഈ വേർഡുകൾക്ക് തരുന്നില്ല, പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നതുകൊണ്ടും ഒരു മെറ്റഫിസിക്കലായിട്ടുള്ള ഒരു സൂഡോ ഡെഫിനേഷൻസ് ആണ് ഇത് ക്രിയേറ്റ് തരുന്നത് എന്നതുകൊണ്ടും ഇവ ഒരു മീനിങ്ഫുൾ അല്ലെങ്കിൽ വാല്യൂ ഓറിയന്റഡ് അല്ലെങ്കിൽ ഒരു ഫാക്ട് ബേസ് ചെയ്തിട്ടുള്ള ഒന്നല്ല എന്നാണ് പോസിറ്റിവിസ്റ്റുകൾ പറയുന്നത്. ലോജിക്കൽ പോസിറ്റിവിസ്റ്റ് പറയുന്നത്. Logical positives entitled that there was only two kinds of meaningful propositions: formal propositions, which are logical and mathematical principles; factual propositions, which are empirically verifiable. അപ്പോൾ രണ്ട് തരത്തിലുള്ള മീനിങ്ഫുൾ ആയിട്ടുള്ള പ്രൊപ്പോസിഷൻസ് ആണ് നിൽക്കുന്നത്. ഒന്ന് ലോജിക്കലി ആൻഡ് മാത്തമാറ്റിക്കൽ പ്രിൻസിപ്പിൾസ് ആയ ഫോർമൽ പ്രൊപ്പോസിഷൻസും factual propositions which are empirically verifiable ആയിട്ടുള്ള factual propositionsuമാണ് നിലനിൽക്കുന്നത്. All metaphysical queries and answers are incompatible with the logic and scientific thinking. The root of the awkwardness is the metaphysics create an impossible mission for itself, that is to discover a kind of knowledge that beyond experience. അപ്പോൾ ബിയോണ്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള നോളജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള മെറ്റഫിസിക്സിന്റെ മിഷൻ തന്നെ ഒരു അക്വേർഡ്നെസ് ആണെന്നാണ് പോസിറ്റിവിസ്റ്റുകൾ പറയുന്നത്. Under signifying that metaphysics is composed of pseudo propositions, they attempt to show that philosophy as a genuine branch of knowledge. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സൂഡോ പ്രൊപ്പോസിഷൻസുമായിട്ടുള്ള അടങ്ങിയിരിക്കുന്ന ഈ മെറ്റഫിസിക്സിലൂടെ അവ നിലനിൽക്കുന്ന ട്രഡീഷണലായ ചിന്തകൾ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ജനുവൻ ബ്രാഞ്ച് ആയിട്ടുള്ള ഫിലോസഫിയെ ഇത് നിലനിൽക്കുന്നത് ഈ ഫിലോസഫിയുടെ ഈ ജനുവൻ ബ്രാഞ്ച് എന്നുള്ള നോളജ് പ്രൊവൈഡ് ചെയ്യുന്ന ബ്രാഞ്ച് എന്നുള്ളതിനെ ഒരു ചില വെല്ലുവിളി അല്ലെങ്കിൽ അതിനെ ഒരു എതിരെ നിൽക്കുന്ന ഒന്നായിട്ടാണ് അവർ പറയുന്നത്. Carnap endorsing a verification theory of truth and meaning. അപ്പോൾ കാർണപ്പാണ് ഈ വെരിഫയബിലിറ്റിയുടെ തിയറി ഓഫ് ട്രൂത്ത് ആൻഡ് മീനിങ്ങിനെ കൂടുതലായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. ദ വെരിഫിക്കേഷനിസ്റ്റ് തിയറി ഓഫ് മീനിങ് സൈസ് ദ സെന്റൻസ് മീനിങ് ഈസ് ഗിവൺ ബൈ ഇറ്റ്സ് മീൻസ് ഓഫ് വെരിഫിക്കേഷൻ. According to the logical positivism, there are two kinds of verification. Verification by sense experience or empirical observation. Synthetic means രണ്ട് തരത്തിലുള്ള വെരിഫിക്കേഷൻസ് ആണ് നിലനിൽക്കുന്നത്. ഒന്ന് verification by sense experience or empirical observation, അഥവാ synthetic means. Verification by logical method by analytical means.
where the latter includes mathematical reasoning. If a claim cannot be confirmed either using logic alone or empirical observation, then it is unverifiable and hence meaningless. അപ്പോൾ ഈ രണ്ട് മീനിങ്ങിലൂടെ ഈ മീൻസിലൂടെ ഒരു എന്താ പറയാ ഒരു പ്രൊപ്പോസിഷനെ നമുക്ക് ഈ രണ്ട് മീനിങ്ങിലൂടെ നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഒരു മീനിങ്ലെസ് ആയിട്ടുള്ള ഒന്നായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. To carry out the program of scientific philosophy is a realistic means. We must able to speak of the support given by the inclusive evidence, either in providing epistemological validation for scientific knowledge or in illustrating the meaning of many of the terms of our scientific language. This call for understanding of possibility or a karma preferred it called a degree of validation. അപ്പോൾ ഡിഗ്രി ഓഫ് വാലിഡേഷനിലൂടെ നമുക്ക് ഇതിൻ്റെ വാലിഡിറ്റിയെ നമുക്ക് കണക്കാക്കാൻ പറ്റുമെന്നാണ് അദ്ദേഹം പറയുന്നത്. We must distinguish between two sets of probability, one corresponding to credibility and probability corresponding to the frequency. In the initial place, it is essential to differentiate practical verifiability and verifiability in the principle. Normally, in propositions, we have not taken a step to verify. The several significant propositions concerning matters of fact which we could not verify even if we chose. A simple and familiar example of such propositions is proposition that there are mountains on the further side of the moon. Moon's further side mountains എന്നുള്ള പ്രൊപ്പോസിഷനെ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് നമുക്ക് ഇതിലൂടെ വെരിഫൈ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് ഈ മെയിൻ പ്രകാരം നമുക്ക് ചെയ്യാൻ ചില കാര്യങ്ങൾ കൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല. Verifiable should divide into strong and weak sense of verifiable. According to a strong sense, a proposition is verifiable if and only if it is truth is conclusively or practically established in experience. According to the weakness developed by IR, a proposition is verifiable if experience can render it probable. Unit 2, approaches to metaphysics. Metaphysics as a pseudoscience. Pseudoscience is a doctrine that falsely claims the status of science or knowledge. അപ്പോൾ സയൻസ് അല്ലെങ്കിൽ നോളജ് ക്രിയേറ്റ് ചെയ്യുന്ന ശാഖയാണ് എന്ന രീതിയിൽ തെറ്റായ അവകാശവാദം ഉന്നയിക്കുന്ന ശാഖകളെയാണ് നമ്മൾ pseudo science എന്ന് പറയുന്നത്. In unhealthy academic circumstances, especially where an enforced orthodox exists, all other schools can be convicted without justification as a pseudosciences. അപ്പോൾ ഒരു അൺഹെൽത്തി ആയിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ നിലനിൽക്കുന്ന ഓർത്തഡോക്സ് ആയിട്ടുള്ള എൻഫോഴ്സ്ഡ് ആയിട്ടുള്ള ഓർത്തഡോക്സ് ആയ സിസ്റ്റം all other schools can be convicted without justification as a pseudoscience എന്നാണ് നമ്മൾ സാധാരണ വിളിക്കുക. അപ്പോൾ the Karl Popper claimed that the criterion for demarcating science from pseudoscience is that of falsifiability. ഫാൾസിഫയബിലിറ്റിയിലൂടെ നമുക്ക് സയൻസിനെയും pseudoscience-നെയും വേർതിരിക്കാൻ കഴിയുമെന്നാണ് കാൾ പോപ്പർ പറയുന്നത്. falsifiability. To be scientific, a theory essential to be falsifiable, that is, in principle, there must be some observation statements that would oppose the theory. അപ്പോൾ falsifiable തിയറിയിൽ നമുക്ക് ആ തിയറി ഒപ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഫാൾസിഫൈബിൾ ആയിട്ട് നമുക്ക് അതിനെ മനസ്സിലാക്കാൻ കഴിയുമ്പോൾ മാത്രമേ നമുക്ക് എന്താ പറയാൻ പറ്റൂ, ഒരു ശാഖ സയന്റിഫിക് ആണോ അല്ലെങ്കിൽ നോൺ സയന്റിഫിക് ആണോ എന്ന് പറയാൻ പറ്റുകയുള്ളൂ എന്നാണ് പറയുന്നത്. The Popper proposed a criterion of falsifiability
to demarcate empirical science from metaphysics and pseudoscience. According to Popper, a theory is scientific only if it makes predictions that can be tested and potentially shows to be false. If a theory is not falsifiable in this way and can only be confirmed with culminative supportive evidence, then it is pseudoscientific. Popper claimed that the criterion for demarcating science from the pseudoscience is that falsifiability. To be scientific, a theory must be falsifiable. Metaphysics as a proto-science fits works out the traditional designation of philosophy, the love of wisdom, and change it a coinage of science of knowledge. He clarified the conception of philosophy as a science of science. To be present in a deductive system founded a self-evident first principle. A basic foundation of this system which learned is science of knowledge. The term is not an orientation to epistemology in the modern sense, but to proto-science that is to be attain a meta-knowledge of the circumstance of the possibility of all object knowledge that then denote everyone to their own experience for the contingent content of such properly functioning consciousness, which especially employs the term of his various presentations of first philosophy, which contain only the basic principles of all knowledge and its objects. Its transcendental philosophy presents itself as a theory of principal form of conditions of practical activity into which the main features of cognitive activity. Metaphysics as going beyond science. Metaphysics perspectives about what lies beyond science can come under attack exactly because it does not appear to have any approved method or settled procedures for settling argument. അപ്പോൾ മെറ്റഫിസിക്സിന് മുകളിലേക്ക് പോകുന്ന മെറ്റഫിസിക്കിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുവാൻ തക്ക ഒരു മെത്തേഡോ ഒരു പ്രൊസീജിയറോ ഇല്ലാത്തത് കൊണ്ട് ഈ മെറ്റഫിസിക്കലായുള്ള നോഷൻസ് എപ്പോഴും എല്ലാ സമയവും അറ്റാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒന്നാണ് ആർഗ്യുമെന്റ്സ് ആണ്. In Greek, the word meta also carries with the essence of not just what lies after, but of what lies beyond certainty. At the beginning of metaphysics, Aristotle relied the idea of wisdom to deal with the first principle and cause of things. For him, metaphysics is the first philosophy, while the empirical discipline we now call science was second philosophy. അപ്പോൾ ഗ്രീക്ക് കീഴിൽ നിൽക്കുന്ന മെറ്റ എന്ന വാചകം അത് നോട്ട് ലൈങ് ബിഫോർ ദ ബിയോണ്ട് സർട്ടനിറ്റിയിലേക്ക് നീങ്ങുന്ന ഒന്നായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇറ്റ് ക്യാരി ദ സെർച്ച് ബിയോണ്ട് സർട്ടനിറ്റി. At the beginning of metaphysics, Aristotle considered the first principle and cause of thing. Metaphysics as a first principle and cause of thing എന്നാണ് മെറ്റാഫിസിക്സിനെ അരിസ്റ്റോട്ടിൽ യൂസ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഫസ്റ്റ് ഫിലോസഫി ആയിട്ട് മെറ്റാഫിസിക്സും പിന്നെ ഇപ്പോൾ നമ്മൾ സയൻസിനെ വിളിക്കുന്നവർ ഒരു സെക്കൻഡ് ഫിലോസഫി ആയിട്ടാണ് ഗ്രീക്ക് കാലഘട്ടത്തിൽ കണ്ടിരുന്നത്. Along with empiricist skepticism of demands to rational intuition, and try to do metaphysics in a way that is closely continuous with science and that goes beyond science at a little possible. ഇപ്പോൾ നൽകുന്ന എംപിരിക്കലായിട്ടുള്ള ഇൻഡ്യൂഷനും എംപിരിസിസ്റ്റ് സ്കെപ്റ്റിസിസവും റാഷണൽ ഇൻഡ്യൂഷനും നമുക്ക് ഈ മെറ്റഫിസിക്സിൻ്റെ ഈ ചിന്താ രീതിയെ കുറച്ചുകൂടി മുന്നോട്ട് വയ്ക്കുവാൻ നമുക്ക് ഈ തരത്തിലുള്ള റാഷണൽ ചിന്തയിലൂടെ നമുക്ക് ഇൻഡ്യൂഷനോടെ നമുക്ക് ഫിലോസഫിക്ക് കഴിഞ്ഞിട്ടുണ്ട്. The tradition of philosophical naturalism manifests a deep skepticism about appeals to rational intuition. So they confine themselves to a sort of metaphysics
that aims purely to fill explanatory breaks in our scientific theory and draw out some motivating logical significance of those theories. അപ്പോൾ ഇപ്പോൾ നിൽക്കുന്ന ഈ മെറ്റഫിസിക്കൽ നോഷൻസിനകത്ത് നമുക്ക് കൃത്യമായി അനലൈസ് ചെയ്യാനും അതിനകത്ത് നിൽക്കുന്ന ലോജിക്കൽ സിഗ്നിഫിക്കൻസിനായിട്ടുള്ള തിയറികളെ മുന്നോട്ട് കൊണ്ടുവരുവാനും ഈ റാഷണൽ ഇൻഡ്യൂഷൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. However, it is surely a fine thing for metaphysicians to spend their time filling gap in scientific theories and sketch out the interesting logical consequence. അപ്പോൾ ഈ നിൽക്കുന്ന ഈ സയന്റിഫിക് ആയ നോഷൻസിനകത്ത് വർക്കൗട്ട് ചെയ്ത് അതിൽ നിന്ന് നമുക്ക് പുതിയ ഒരു ലോജിക്കൽ ആയിട്ടുള്ള കോൺസിക്വൻസ് അല്ലെങ്കിൽ നമുക്ക് പുതിയ ചിന്താരീതികളെ കണ്ടെത്തുവാൻ നമുക്ക് ഈ നോഷൻസിലൂടെ മെറ്റഫിസിക്കലായ തിങ്കിങ്ങിലൂടെ കഴിയും. അതുകൊണ്ട് തന്നെയാണ് സയൻസിൽ അവസാനിക്കുന്നിടത്താണ് മെറ്റഫിസിക്സിൽ തുടങ്ങുന്നു എന്ന് പറയുന്ന പോലെ ഈ മെറ്റഫിസിക്കൽ ഇപ്പം നിൽക്കുന്ന സയന്റിഫിക് നോളജിനെ കൂടുതൽ ഡീപ്പായിട്ട് തിയറിറ്റിക്കലായിട്ട് അനലൈസ് ചെയ്യുവാനും അതിലൂടെ പുതിയ വഴികൾ കണ്ടെത്തുവാനും മെറ്റഫിസിക്കലായിട്ടുള്ള ഒരു ചിന്താരീതിക്ക് കഴിയും. Our science presumes some metaphysical system of beliefs and mystical belief have been an important part of most of systems. അപ്പോൾ our science presumes some metaphysical system of belief. Metaphysical system of beliefന്റെ ഒരു തുടർച്ച നമുക്ക് ഒരുവിധം സയൻസിൽ നമുക്ക് കാണാൻ സാധിക്കും. Heidegger attention turns progressively to thought and language as a disclosive event. Truth means, as we have seen, the enactment of self-showing. He searched for an original beginning for thinking, an effort to think in an obscure question of being and truth, to express in their modern wake rather than to represent them. The meaning is truth എന്നുള്ളത് ട്രൂത്ത് മീൻസ് വാട്ട് വി ഷോൺ സെൽഫ് ഷോയിങ് ആയ ഒന്നിനെയാണ് അദ്ദേഹം ട്രൂത്ത് ആയിട്ട് കണക്കാക്കുന്നത്. എന്ന് വെച്ചാൽ ട്രഡീഷൻ എടുക്കുന്ന ഫിനോമിനോളജിക്കൽ നോംസ് പ്രകാരം വാട്ട് ഈസ് ഫിനോമിന, നമ്മുടെ മുമ്പിൽ വരുന്ന ഒന്നിനെയാണ് നമ്മൾ ഇതായിട്ട് കണക്കാക്കുന്നത്. വാല്യൂഡ് ആയിട്ടുള്ള നോളജ് വരുന്നത് ഫിനോമിനിക്കൽ നോളജിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെൽഫ് ഷോയിങ് ആയിട്ട് വരുന്ന ഒരു വസ്തുവിൽ നിന്ന് ഒബ്ജക്റ്റിൽ നിന്നുള്ള ഒരു നോളജാണ് യഥാർത്ഥത്തിലുള്ള നോളജ് എന്നാണ് ഫിനോമിനോളജിയിൽ പറയുന്നത്. നമ്മൾ ഇതിൻ്റെ ഫിനോമിനോളജി ആൻഡ് എക്സിസ്റ്റൻസ് എന്ന പേപ്പർ അത് നമ്മൾ ഇതിനെക്കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിൽ കുറച്ച് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഫിനോമിനോളജിക്കലായിട്ടുള്ള നോളജ് എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിലുള്ള അറിവ് എന്നാണ് ഇത് പറയുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ അദ്ദേഹം റിസർച്ച് ഫോർ ഒറിജിനൽ ബിഗിനിങ് ഫോർ തിങ്കിങ്, അതുകൊണ്ട് തന്നെ ഇപ്പം നിലനിൽക്കുന്ന ഈ ശാഖയിൽ നിന്നും മാറിയിട്ട് ഒറിജിനൽ ബിഗിനിങ് ഫോർ തിങ്കിങ്, ചിന്തയുടെ പുതിയ ഒരു തുടക്കം എന്ന രീതിയിലാണ് അദ്ദേഹം അത് ആരംഭിക്കുന്നത്. ടു ക്വസ്റ്റ്യൻ അബൌട്ട് ബീയിങ് ആൻഡ് ട്രൂത്ത്. അപ്പോൾ ബീയിങ് എന്താണ്, ട്രൂത്ത് എന്താണെന്നുള്ള ഒരു പുതിയ ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു പുതിയ ഉണർവാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, അല്ലാതെ rather than to represent them. He described that a text could lead people to misapprehend thought and their intentions. അപ്പോൾ ഇപ്പോൾ നിലനിൽക്കുന്ന ടെക്സ്റ്റുകൾ എല്ലാവരും മനുഷ്യനെ നമ്മളെ വേറെ രീതിയിലേക്ക് നമ്മുടെ ചിന്തകൾ മാറ്റുന്ന ഒന്നായിട്ടാണ് അദ്ദേഹം പറയുന്നത്. The systematic rationality of ontotheology, that is, of traditional philosophy, appeared to institute anxious attempts to overcome the queries of truth and the meaning of being. The post-Cartesian thought gave form of subjectivity and objective ontological priority. In his philosophy, he tried to rebuild the dogmas of philosophy. അപ്പോൾ ഡോഗ്മാറ്റിക് ആയിട്ടുള്ള ഈ ഇതിനെ മാറ്റിക്കൊണ്ട് ഫിനോമിനോളജിക്കലായിട്ടുള്ള ഒരു ട്രൂത്തിനെ കണ്ടുപിടിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ മെറ്റഫിസിക്കലായിട്ടുള്ള നോംസിനെ നമ്മൾ ഈ ഫിനോമിനോളജിയിൽ നമ്മൾ കൺസിഡർ ചെയ്തില്ല. അതുകൊണ്ട് തന്നെയാണ് അത് പറയുന്നത്
മെറ്റഫിസിക്സ് ട്രസ്റ്റിംഗ് ബിയോണ്ട് ദ ലിമിറ്റ് ഓഫ് ലാംഗ്വേജ്. അപ്പോൾ ലാംഗ്വേജിനുള്ളിൽ നിൽക്കുക എന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കാൻ കഴിയുന്നത് നമുക്ക് ഫിനോമിനയായിട്ട് നിൽക്കുന്ന വസ്തുക്കളെ കുറിച്ച് മാത്രമാണ് നമുക്ക് സംസാരിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ബോട്ടിലാണെങ്കിൽ ആ ബോട്ടിലിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റും. അല്ലാതെ ഈ ബോട്ടിൽ അല്ലാതെ ഇതിനുള്ളിലുള്ള വെള്ളത്തിനകത്തുള്ള ചെറിയ കണികകളെ കുറിച്ചോ സാധാരണ ഒരു മനുഷ്യന് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. കാരണം നമുക്കത് വിസിബിൾ അല്ലാത്ത ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബോട്ടിൽ വെള്ളം ഉണ്ടെന്നല്ലാതെ അതിൽ കൂടുതലുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയില്ല വെള്ളത്തിലുണ്ടെങ്കിൽ തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഫിനോമിനോളജി എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ വിസിബിൾ ആയിട്ടുള്ള ലിമിറ്റിനുള്ളിൽ നിൽക്കുന്ന ഒരു ചിന്താശാഖയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് മെറ്റഫിസിക്സ് എന്ന് പറയുന്നത് ഗോയിങ് ബിയോണ്ട് ദി ലിമിറ്റ് ഓഫ് ലാംഗ്വേജ് എന്നാണ് ഈ രണ്ട് ചിന്തകന്മാരുടെയും ഫിലോസഫിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ലുഡ്വിഗ് വിറ്റ്ജൻസ്റ്റൈൻ. A forceful rejection of metaphysics is to be instituted in Ludwig Wittgenstein thought. Ludwig Wittgenstein തോട്ടിനകത്ത് അദ്ദേഹമാണ് മെറ്റാഫിസിക്സിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ച തത്വചിന്തകൻ എന്നറിയപ്പെടുന്നത് വിറ്റ്ജൻസ്റ്റൈൻ ആണ്. Who tried to demonstrate that the impulse to ask metaphysical questions was grounded in a confusion about the nature of language. By emphasizing that traditional metaphysical problems are nonsensical, he means that they violate logical syntax. അപ്പോൾ ഈ മെറ്റഫിസിക്കലായ നോംസ് ഉയർന്നു വരുന്നത് തന്നെ ഈ കൺഫ്യൂഷൻ അബൌട്ട് ദ നേച്ചർ ഓഫ് ലാംഗ്വേജ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചിന്താഗതിയാണ് അദ്ദേഹത്തിൻ്റെത്. അപ്പോൾ ലാംഗ്വേജ് ഫിലോസഫിയിൽ അറിയപ്പെടുന്ന ഒരു ഫിലോസഫറാണ് വിറ്റ്ജൻസ്റ്റൈൻ. അപ്പോൾ അദ്ദേഹം പറയുന്നത് മെറ്റഫിസിക്കലായ ക്വസ്റ്റ്യൻസ് ഉയർന്നു വരുന്നത് തന്നെ ഈ നേച്ചർ ഓഫ് ലാംഗ്വേജിനെ കുറിച്ചുള്ള കൺഫ്യൂഷനിൽ നിന്നാണ് നമുക്ക് മെറ്റഫിസിക്കൽ ആയിട്ടുള്ള നോംസ് ഉയർന്നു വരാത്ത കാര്യം. ഹി എംഫസൈസ് ദാറ്റ് ട്രഡീഷണൽ മെറ്റഫിസിക്സ് പ്രോബ്ലംസ് ആർ നോൺസെൻസിക്കൽ. അപ്പോൾ നോൺസെൻസ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ മെറ്റഫിസിക്കൽ നിലനിൽക്കുന്നത്. ഹി മീൻസ് ദാറ്റ് ദി വയലേറ്റ് ദ ലോജിക്കൽ സിൻടാക്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ലോജിക്കലായിട്ടുള്ള സിൻടാക്സ് വയലേറ്റ് ചെയ്യപ്പെടുമ്പോഴാണ് നമുക്ക് മെറ്റഫിസിക്കലായ നോംസ് വരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ദ മോഡ് ഓഫ് തിങ്കിങ് ഈസ് മാർക്ക്ഡ് as the linguistic term. The term in philosophy for thinking that philosophy puzzles were solved by linguistic analysis. അപ്പോൾ ഫിലോസഫിക്കൽ പസിൽസ് ലിംഗ്വിസ്റ്റിക് അനലൈസിസിലൂടെ നമുക്ക് മാറ്റുവാൻ അല്ലെങ്കിൽ അതിന് ആൻസർ കണ്ടെത്താൻ കഴിയുമെന്നുള്ള ഒരു ചിന്താരീതിയാണ് വിറ്റ്ജൻസ്റ്റൈൻ നമുക്ക് മുമ്പിൽ വയ്ക്കുന്നത്. In a broad sense, the movement claiming that the investigation of thought and knowledge must be conducted through the analysis of language, and henceforth that language should be the essential concern of philosophy. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ലാംഗ്വേജ് ആണ് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു മെയിനായിട്ട് ഫിലോസഫിയിലേക്ക് വർക്ക് ചെയ്യുന്ന ഒന്നെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം നമുക്ക് ഈ ഫിലോസഫിയിലുള്ള ബാരിയേഴ്സിനെ നമുക്ക് മാറ്റുവാൻ കഴിയുന്നത് ലിംഗ്വിസ്റ്റിക് അനലൈസുകളിലൂടെ മാത്രമാണ് കഴിയുക എന്നാണ് വിറ്റ്ജൻസ്റ്റൈൻ പറയുന്നത്. Through which the traditional philosophical problems can be explained by reducing them to issues in the philosophy of language. Philosophy must be find a logical form of ordinary language and expose those natural imperfections that have given rise to many philosophical questions. അപ്പോൾ ഈ ഫിലോസഫി ഓഫ് ലാംഗ്വേജിലേക്ക് നമ്മുടെ സിസ്റ്റത്തെ നമ്മൾ ചേഞ്ച് ചെയ്താൽ നമുക്ക് we have to find out the imperfection that given rise to many philosophical. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഇംപെർഫെക്ഷൻ വരുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് റേസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അത് ആ ഇംപെർഫെക്ഷൻസ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്താക്കാൻ പറ്റും, നമുക്ക് ഈ ഉയർന്നു വരുന്നിരിക്കുന്ന പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. Ludwig Wittgenstein Tractatus 1922 rally entered the band of logical positivism and waiving a verification criterion of meaning. Professed all metaphysical discourse completely meaning. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ട്രാക്ടാറ്റസ്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത് മെറ്റഫിസിക്കൽ ഡിസ്കോഴ്സസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി മീനിങ്ലെസ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. He held that the world is a world of facts rather than the things,
and that the precise illustration of fact required language in which every genuine proposition is a truth function of elementary propositions. അപ്പോൾ വേൾഡ് ആസ് എ വേൾഡ് ഇൻ ഫാക്ട് ഓഫ് റാദർ ദാൻ തിങ്സ്. വേൾഡ് ഓഫ് ഫാക്റ്റ് ആണ്, വേൾഡ് എന്ന് പറയുന്നത് വേൾഡ് ഓഫ് ഫാക്ട്സ് ആണ്, അതായത് വെറും തിങ്സ് അല്ല. ആൻഡ് പ്രീ സപ്പോസിഷൻ ഇല്ലുസ്ട്രേഷൻ ഓഫ് ദ ഫാക്ട് റിക്വയർഡ് ലാംഗ്വേജ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ പ്രീ സപ്പോസിഷൻ ഇല്ലുസ്ട്രേഷൻ ഓഫ് ലാംഗ്വേജ് നമുക്ക് എന്തിനു ആവശ്യമാണ്, റിക്വയർഡ് ആയിട്ട് നമുക്ക് ഈ ലാംഗ്വേജിനെ, വേർഡിനെ നമുക്ക് മനസ്സിലാക്കുന്നതിന് അല്ലെങ്കിൽ അതെങ്ങനെ ഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പ്രീ സപ്പോസിഷൻ ആയിട്ടുള്ള ഇല്ലുസ്ട്രേഷൻ ഓഫ് ഫാക്ട്സ് ആവശ്യമാണ്. ഈ ഫാക്റ്റുകൾ നമുക്ക് അവതരിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് ലാംഗ്വേജ് ആണ് റിക്വയർഡ്, ലാംഗ്വേജ് ഇൻ വിച്ച് ഒരു ജെന്യുവൻ പ്രൊപ്പോസിഷൻ ഇസ് ട്രൂത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ട്രൂത്ത് ഒരു ലാംഗ്വേജിലൂടെ നമുക്ക് അനലൈസ് ചെയ്ത് നമുക്ക് ഈ പ്രൊപ്പോസിഷൻസിൻ്റെ ട്രൂത്ത് കണ്ടെത്താൻ കഴിയുകയും അങ്ങനെ നമുക്ക് ഈ ഇപ്പോൾ നിൽക്കുന്ന ഈ ഡോഗ്മാസ് ഓഫ് മെറ്റഫിസിക്സിൻ്റെ ഡോഗ്മാസോ അല്ലെങ്കിൽ ഫിലോസഫിക്ക് നിൽക്കുന്ന ഡോഗ്മാസിന് നമുക്ക് പരിഹരിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. The logical form itself cannot be said, but like a proposition of metaphysics, ethics and religion can only be shown. Philosophy is an activity of illustrative thought and distinguishes between what can be said and what can only be shown. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രകാരം നമുക്ക് പറയുന്നത് what can be said and what can only be shown. The paragraph ends with the injunction that where of one cannot speak, thereof one must be silent. അപ്പോൾ നമുക്ക് എവിടെയാണ് നമുക്കൊന്നും സംസാരിക്കാൻ കഴിയാത്തത്, there must be one must be silent. അപ്പോൾ അവിടെ നമ്മൾ നിശബ്ദത പാലിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമുക്ക് മെറ്റഫിസിക്കലായിട്ടുള്ള നോംസിനെ കുറിച്ച് നമുക്ക് കൃത്യമായി നമുക്ക് പറയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവയെക്കുറിച്ച് ഉള്ള ധാരണകൾ ഉണ്ടാക്കാതെ അവിടെ നിശബ്ദമായിരിക്കുക എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയും ലിംഗ്വിസ്റ്റിക് അനലൈസിലൂടെ ഫിലോസഫിയിൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റുമെന്നും അതുകൊണ്ട് തന്നെ ഈ മെറ്റഫിസിക്കലായിട്ടുള്ള നോംസ് എന്ന് പറയുന്നത് പിന്നാലെ പോകുന്നത് അർത്ഥവത്തായുള്ള കാര്യമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് whereof one cannot speak, thereof one must be silent. Metaphysics of presuppositionless. The phenomenological method demands that one be a participant and not a simply as observer. അപ്പോൾ മെറ്റഫിസിക്സ് എന്ന് പറയുന്നത്, അപ്പോൾ ഫിനോമെനോളജിയിൽ നമ്മൾ നോളജ് അല്ലെങ്കിൽ നമ്മൾ നമ്മളെ ഒരു വസ്തുവായിട്ട് എൻഗേജ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഒബ്സർവറായി നിൽക്കാതെ നമ്മൾ അതിനകത്ത് പാർട്ടിസിപ്പൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ നോളജ് എന്നൊരു വസ്തുവിനെ കുറിച്ചുള്ള അവബോധം അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന നോളജ് എന്ന് പറയുന്നത് വെറും ഒബ്സർവർ എന്ന നിലയിൽ ലഭിക്കുന്ന ഒന്നായിരിക്കരുത്, മറിച്ച് അത് എൻഗേജ് ചെയ്യപ്പെട്ടിട്ട് ലഭിക്കുന്ന ഒന്നായിരിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്, ഫിലോസഫിയോളജിയിൽ പറയുന്നത്. The one must oneself have that experience in front of one, and so the beginning the reader must him or herself attempt to experience simply this moment now. അപ്പോൾ നമ്മൾ we have to experience in front of, നമ്മുടെ മുമ്പിൽ ലഭിക്കുന്നുണ്ടാവുന്ന എക്സ്പീരിയൻസിൽ നിന്നാണ് നമുക്ക് നമ്മുടേതായ നോളജുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ പ്രീസപ്പോസിഷൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ നിലനിൽക്കുന്ന ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഡോഗ്മാസ് അല്ലെങ്കിൽ അതിൻ്റെ നോംസിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ നമ്മൾ റിയാലിറ്റിയെ നമ്മുടേതായ രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നു, അപ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള നോളജ് അല്ലെങ്കിൽ വസ്തുവിനെ കുറിച്ചുള്ള അവബോധം ലഭിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളത് ഒരു കാര്യത്തെ നമ്മൾ സമീപിക്കുമ്പോൾ നമ്മൾ പ്രിസപ്പോസിഷൻസ് ആയിട്ട് നമുക്ക് മുൻധാരണകളില്ലാതെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചട്ടക്കൂടുകളില്ലാതെ തന്നെ നമുക്ക് അതിനെ നേരിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊരു വസ്തു അപ്പിയർ ചെയ്യുമ്പോൾ ആ സമയത്താണ് വി സിംപിളി ഇൻ ദിസ് മൂവ്മെന്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ മൂവ്മെന്റിൽ തന്നെ നിന്നപ്പോൾ നമുക്ക് അതിനെ അനലൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള ട്രൂത്ത് അല്ലെങ്കിൽ മീനിങ് നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ള മെത്തേഡ്സിന് പോകുമ്പോൾ നമ്മൾ അത് മിസ്ലീഡ് ചെയ്യപ്പെടുകയും നമ്മുടെ നോളജ് വേറൊരു രീതിയിലേക്ക് ഡൈവേർട്ട് ചെയ്യപ്പെടാനും സാധ്യതയുണ്ട് എന്നാണ് ഫിനോമെനോളജിക്കൽ തോട്ട് പറയുന്നത്. He opened the effort to describe the experience in a presuppositionalist means without introducing
a dogmatic interpretation, and let objects to disclose themselves to us in such a way that it demonstrates the insufficiency of our initial approach to it, demonstrating that it is becoming and not simply being as our initial apprehension implies. The object demands individual be active in certain way in order to receive it. In order to be passive, this passivity, however, is not a relinquishment of intelligence, effort, or learning, but is rather a passivity enabled by the most rigorous engagement. അപ്പോൾ ഈ പാസിവിറ്റി എന്ന് പറയുന്നത് ഏറ്റവും ബൃഹത്തായ ഒരു എൻഗേജ്മെന്റ് ആയിട്ടാണ്, റിഗ്രസ് ആയിട്ടുള്ള ഒരു എൻഗേജ്മെന്റ്, യഥാർത്ഥത്തിലുള്ള ഒരു എൻഗേജ്മെന്റിലൂടെയാണ് നമുക്ക് ഈ നോളജിനെ നമുക്ക് കൃത്യമായി ലഭിക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രിസപ്പോഷണലായിട്ട് ഒരു വസ്തുവിനെ കാണുകയും അതിൽ തന്നെ ഇൻഡിവിജ്വൽ നമ്മൾ ആക്റ്റീവായിട്ട് നമ്മൾ അതിൽ പങ്കെടുക്കുകയും അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഈ ആക്റ്റീവ് സർട്ടൻ വേ ഓർഡർ ടു റിസീവ് ഇറ്റ്. അപ്പോൾ ദ ഒബ്ജക്ട് ഡിമാൻഡ് ഇൻഡിവിജ്വൽ ബി ആക്റ്റീവ് ഇൻ എ സർട്ടൻ വേ ഇൻ ഓർഡർ ടു റിസീവ് ഇറ്റ്. അപ്പോൾ നമ്മളൊരു സർട്ടൻ വേ, നമ്മൾ ഒരു പ്രിസപ്ഷണൽ ആയിട്ടുള്ള വേയിൽ നമ്മൾ ആക്റ്റീവ് ആകുമ്പോഴാണ് നമുക്ക് ഈ ഒബ്ജക്റ്റിൽ നിന്നുള്ള യഥാർത്ഥത്തിലുള്ള ഒബ്ജക്റ്റിനെ കുറിച്ചുള്ള യഥാർത്ഥത്തിലുള്ള നോളജ് നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മെറ്റഫിസിക്സിനെ കുറിച്ച് അല്ലെങ്കിൽ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ പ്രിസപ്പോസിഷണലായിട്ടുള്ള ഒരു രീതിയിലൂടെയാണ് നമുക്ക് ഇതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് ഫിനോമിനോളജി. യൂണിറ്റ് 3 പ്രോബ്ലംസ് ഓഫ് ഫിലോസഫി മെറ്റഫിസിക്സ്, appearance and reality. Since the beginning, philosophy served to structure debates about what there to know and how, if at all, it can be known. അപ്പോൾ ഫിലോസഫി അല്ലെങ്കിൽ മെറ്റഫിസിക്സിൽ ഡീൽ ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഹ്യൂമൻ തിങ്ക് എവറി ഹ്യൂമൻ ബീയിങ് വി ആർ അബൌട്ട് ടു ഡൗട്ട് വാട്ട് ഇസ് ഇറ്റ് ഇൻ ദ നേച്ചർ, വാട്ട് ഇസ് ദ റോൾ ഓഫ് നേച്ചർ, അല്ലെങ്കിൽ എന്താണ് പ്രകൃതിയിലെ ഉള്ള വസ്തുക്കൾ, എന്താണ്, എങ്ങനെയാണ് അവ ഉണ്ടായിരിക്കുന്നത്, എന്താണ്, എങ്ങനെയാണ് അറിയാൻ കഴിയുക, എന്താണ് എൻ്റെ പിന്നിലുള്ള ശക്തി തുടങ്ങിയ കാര്യങ്ങളാണ് ഈ മെറ്റഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ മെറ്റഫിസിക്സിലൂടെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. The distinction between appearance and reality is firmly rooted in everyday experience and discourses. അപ്പോൾ ഈ അപ്പിയറൻസ് ആൻഡ് റിയാലിറ്റി, എന്താണ് നമുക്ക് അപ്പിയറൻസ് ചെയ്യുന്നത്, എന്താണ് റിയൽ ഉള്ളൊരു അന്വേഷണം, എന്താണ് ഈ യഥാർത്ഥമായിട്ടുള്ളത് എന്നുള്ളൊരു അന്വേഷണമാണ് ഇതിൻ്റെ എല്ലാം കാതലായിട്ട് വന്നുകൊണ്ടിരുന്നത്. The concept of appearance and reality is major distinction in philosophy, and different philosophers offers different account of the relationship between appearance and reality. Corresponding to Greek phenomenon, to appears to be, but also to be so manifestly. അപ്പോൾ എന്താണ് അപ്പിയർ ചെയ്യുന്നത്, അത് ക്ലിയർ ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒന്നാണ് ഫിനോമിൻ എന്നാണ് ഗ്രീക്ക് ഫിലോസഫിയിൽ പറയുന്നത്. Aristotle took the view of the middle of the road, exclusively of wise men, as a phenomenon appearance. What things seem to be is often contrasted to reality. What things are themselves. അപ്പോൾ അരിസ്റ്റോട്ടിൽ അതിൽ കൂടുതൽ ഈ അപ്പിയറൻസ് എന്താണ്, റിയാലിറ്റി എന്താണ് എന്നുള്ള തർക്കത്തിൻ്റെ ഇടയിൽ ഒരു മിഡിൽ പാത്ത് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം ഫിനോമിനൻ എന്ന് പറയുന്നത് അപ്പിയറൻസ് ആണ്, വാട്ട് തിങ്സ് ടു ബി എന്നുള്ളത്, മുമ്പിൽ വരുന്ന കാര്യങ്ങൾ എന്താണെന്നതും, ഈസ് ഓഫ്റ്റൻ കോൺട്രാസ്റ്റ് ടു റിയാലിറ്റി, വാട്ട് തിങ് ആർ ദംസെൽവ്സ് എന്ന രീതിയിലാണ് അദ്ദേഹം കണക്കാക്കിയത്. The sophists assert that whatever appears must be real. The idealist maintains that only what is real can appear. അപ്പോൾ സോഫിസ്റ്റ് അസർട്ട് ചെയ്തത് എന്താണ് അപ്പിയർ ചെയ്യുന്നത് അത് മസ്റ്റ് ബി റിയൽ എന്നാണ് അവർ പറഞ്ഞിരുന്നത്. ദ ഐഡിയലിസ്റ്റ് മെയിൻറ്റെയിൻ ദാറ്റ് ദ ഓൺലി വാട്ട് ഈസ് റിയൽ ക്യാൻ ബി അപ്പിയർ. അപ്പോൾ എന്താണ് റിയൽ അത് മാത്രമേ അപ്പിയർ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് ഐഡിയലിസ്റ്റ് ചിന്തകന്മാർ പറഞ്ഞത്. Philosophers such Plato says that appearance is an incomplete and imperfect copy of reality.
അപ്പോൾ പ്ലാറ്റോ പറയുന്നത് അപ്പിയറൻസ് എന്ന് പറയുന്നത് ഇസ് ആൻ ഇൻകംപ്ലീറ്റ് ആൻഡ് ഇൻപെർഫെക്റ്റ് കോപ്പി ഓഫ് റിയാലിറ്റി. അപ്പോൾ റിയൽ എന്നതിൻ്റെ ഒരു മിമിക് അല്ലെങ്കിൽ ഒരു കോപ്പിയാണ് നമുക്ക് മുമ്പിൽ അപ്പിയർ ചെയ്യുന്ന വസ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഫിലോസഫി derived from the spirit of thinking of Plato, in particular from his theory of forms, which contrasts reality with phenomena. അപ്പോൾ ഫിലോസഫി ഡിറൈവ് ചെയ്യുന്ന അല്ലെങ്കിൽ വെസ്റ്റേൺ ഫിലോസഫിയുടെ സത്ത എന്ന് പറയുന്നത് പ്ലാറ്റോയുടെ തിയറി ഓഫ് ഫോമിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതിൽ വിച്ച് കോൺട്രാസ്റ്റ് റിയാലിറ്റി വിത്ത് ഫിനോമിന. അപ്പോൾ റിയാലിറ്റി എന്നുള്ളത് ഇപ്പോൾ നമുക്ക് അപ്പിയറൻസ് ചെയ്യുന്ന ഫിനോമിനയിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നാണെന്നാണ് പ്ലാറ്റോ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ നമുക്ക് അപ്പിയർ ചെയ്യുന്ന ഫിനോമിന എന്ന് പറയുന്നത് കോപ്പി ഓഫ് എ റിയാലിറ്റി. The soul with body, knowledge with opinion, reason with sensation, and rationality with emotion. അപ്പോൾ ഇതെല്ലാം ഒരു കോൺട്രാസ്റ്റ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. It then claims that the first member of each contrasting pair is superior or more real than the second member. ഇപ്പോൾ ഇതിനകത്ത് നിൽക്കുന്നതിൽ പോലെ സോൾ വിത്ത് ബോഡി എന്ന് പറയുമ്പോൾ ഇതിൽ ഒരു കോൺട്രാസ്റ്റിംഗ് പെയർ ആണ് നമുക്ക് മുമ്പിൽ കാണുന്നത്. അതിൽ സുപ്പീരിയർ ആയിട്ട് നിൽക്കുന്നത് ഈ ഫസ്റ്റ് വരുന്ന സബ്സ്റ്റൻസ് അല്ലെങ്കിൽ മെറ്റീരിയൽ ആണ്. ഫസ്റ്റ് വരുന്ന മെറ്റീരിയലിന് ഒരു സുപ്പീരിയോറിറ്റി എപ്പോഴും ഉണ്ടാവും. അതിൽ ഇതിപ്പം ഉദാഹരണത്തിന് സോൾ വിത്ത് ബോഡി. അപ്പോൾ ബോഡിയിൽ മനുഷ്യൻ എന്ന് പറയുമ്പോൾ സോളിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, ബോഡി സെക്കൻഡറി ആകുകയും അപ്പോൾ നോളജിനും പ്രാധാന്യം കൊടുക്കുകയും ഒപ്പീനിയനും സെക്കൻഡറി വരികയും ചെയ്യും. റീസണ് പ്രാധാന്യം കൊടുക്കുകയും അവർ സെൻസേഷനായിട്ട് ലഭിക്കുന്നതിന് സെക്കൻഡറി കണക്കാക്കുകയും റാഷണാലിറ്റിയെ പ്രയോറിറ്റിയെ കാണുകയും ഇമോഷനെ സെക്കൻഡറി കാണുകയും ചെയ്യുന്ന ഒരു രീതിയാണ് പ്ലാറ്റോയുടെ ഈ തിങ്കിങ്ങിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അരിസ്റ്റോട്ടിൽ സേസ് ദാറ്റ് റിയാലിറ്റി ഈസ് ഇൻ അപ്പിയറൻസ്. അപ്പോൾ അരിസ്റ്റോട്ടിൽ പറയുന്നത് റിയാലിറ്റി എന്ന് പറയുന്നത് അപ്പിയറൻസ് ആണ് എന്നാണ്. For Descartes, appearance is regrettable and even superior. Kant says that our knowledge is restricted to appearance phenomenon, but that for morality we can make sense of a more fundamental reality phenomena. അപ്പോൾ നോളജ് എന്ന് പറയുന്നത് കാന്റിനെ സംബന്ധിച്ച് ഫിനോമിന അപ്പിയറൻസ് ആണെങ്കിലും but for morality we can make sense of more fundamental reality. അപ്പോൾ ഈ മോറൽ നോംസിനെ പ്രമാണിച്ച് നമ്മൾ കുറച്ചുകൂടി നോമിനൽ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റിയാലിറ്റിയെ ബേസ് ചെയ്തിട്ടാണ് മൊറാലിറ്റിയിൽ കാന്റ് കണക്ട് ചെയ്യുന്നത്. പക്ഷെ നോളജ് എന്നുള്ളത് എപ്പോഴും അപ്പിയറൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് കാന്റ് കണക്കാക്കുന്നത്. Hegel and Bradley says that appearance is a fractional aspect of reality. In metaphysics, appearance is generally regarded as less valuable than reality. Contemporary linguistic philosophers differentiate two groups of appearance idioms. Seem idioms such as appearance to be or given the appearance or not strictly related to metaphysics. There is no reliable evidence about reality whatsoever furnished by the appearance in experience. Perhaps majority have held that there is nothing real except mind and their ideas. അപ്പോൾ ഈ റിയൽ എന്നുള്ളത് മൈൻഡ് ആൻഡ് ദെയർ ഐഡിയാസ് എന്നാണ് മിക്കവരും പറയുന്നത്. there is no reliable evidence about reality. അപ്പോൾ റിയാലിറ്റി എന്താണെന്നുള്ളൊരു വ്യക്തമായിട്ടുള്ളൊരു എവിഡൻസ് നമുക്ക് നൽകാൻ നമുക്ക് സാധിക്കുകയില്ല. What we furnished by the appearance appeared in experience. നമ്മുടെ എക്സ്പീരിയൻസിൽ ഉണ്ടാകുന്ന ഇതിനെ മുറിച്ചവരെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ റിയൽ എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റിയാലിറ്റി എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വ്യക്തമായൊരു ധാരണ വ്യക്തമായി നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ നമുക്ക് പറയാൻ കഴിയാതെ മൈൻഡ് ആൻഡ് ദെയർ ഐഡിയാസ് ആണ് ഇതിൻ്റെ റിയൽ ആയിട്ടുള്ള നിലനിൽക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയുന്നു. The first serious attempt to establish idealism on a such ground was Bishop Berkeley. The matter is really nothing but a collection of ideas. The matter എന്ന് പറയുന്നത് nothing but a collection of ideas. That what appears as matter is really a collection of more or less
എലിമെന്ററി ഓഫ് മൈൻഡ്, റെഡിമെന്ററി മൈൻഡ്സ്. അപ്പോൾ സാധാരണ മൈൻഡിന് ലഭിക്കുന്നുണ്ടാകുന്ന ഐഡിയകളുടെ ഒരു ആകെത്തുകയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാറ്റർ എന്ന് പറയുന്നത്. മാറ്റർ ഇസ് റിയലി നത്തിങ് ബട്ട് എ കളക്ഷൻ ഓഫ് ഐഡിയാസ്. അപ്പോൾ ഐഡിയയുടെ മൊത്തം കളക്ഷനെയാണ് നമ്മൾ മാറ്റർ എന്ന് പറയുന്നത്. ട്രഡീഷണലി അപ്പിയറൻസ് ആൻഡ് ഫിനോമിന ഈസ് കോൺട്രാസ്റ്റ് ടു റിയാലിറ്റി. അപ്പോൾ ഈ അപ്പിയറൻസ് ആൻഡ് ഫിനോമിന എന്നുള്ളത് ട്രഡീഷണലി ആയിട്ട് അത് അതിൻ്റെ ഒരു കോൺട്രാസ്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒന്നാണ്. Appearance are thought to be the object of perception or belief, while reality is characterized as object of knowledge. അപ്പോൾ അപ്പിയറൻസ് എന്ന് പറയുന്നത് തോട്ട് ടു ബി ഒബ്ജക്റ്റ് ഓഫ് പെർസെപ്ഷൻ ഓർ ബിലീഫ്. അപ്പോൾ ഒബ്ജക്റ്റ് ഓഫ് പെർസെപ്ഷൻ ഓഫ് ബിലീഫിനെയാണ് നമ്മൾ അപ്പിയറൻസ് എന്ന് പറയുന്നതും, റിയാലിറ്റി എന്നതിനെ നമ്മൾ പറയുന്നത് ഒബ്ജക്റ്റ് ഓഫ് നോളജിനെയാണ് നമ്മൾ എന്ത് റിയാലിറ്റി എന്ന് പറയുന്നത്. റിയാലിറ്റി ഒക്കേഷണലി മീൻസ് വാട്ട് ദെയർ ഈസ് ഇൻ ദ കോൺട്രാസ്റ്റ് ടു അപ്പിയറൻസ്. അപ്പോൾ എന്താണ് കോൺട്രാസ്റ്റ് ആയിട്ടുള്ളത്, അപ്പിയറൻസ് ആയിട്ട് കോൺട്രാസ്റ്റ് എടുക്കുന്നത് എന്താണ്, അതിനെയാണ് നമ്മൾ ഒക്കേഷനിൽ നമ്മൾ റിയാലിറ്റി എന്ന് പറയുന്നത്. റിയാലിറ്റി ഈസ് എ സിനോണിം ഫോർ ദ വേൾഡ് ഓർ ദ ടോട്ടൽ ഓഫ് all that there is. Being, essence and existence. Being. In philosophy, being may be assumed to name a property controlled by everything that is. അപ്പോൾ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്ന ഒന്നിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ കഴിവുള്ള അതിൽ തന്നെ അടങ്ങിയിരിക്കുന്ന ഒന്നിനെയാണ് നമ്മൾ ബീയിങ് എന്ന് നമ്മൾ ഫിലോസഫിയിൽ പറയുന്നത്. ഇറ്റ് മേ ബി തോട്ട് ടു നെയിം ഓഫ് ആൻ ഒബ്ജക്റ്റ്. അപ്പോൾ എന്തെങ്കിലും ഒബ്ജക്റ്റിനെ കുറിച്ചുള്ള നെയിമാണ്. realm of beyond, above or behind the object of the physical world. അപ്പോൾ ഫിസിക്കൽ വേൾഡിന്റെ പുറകെ നിൽക്കുന്ന ഒന്നിനെയും നമ്മൾ ബീയിങ് എന്ന് നമ്മൾ പറയാം. In the case of physical objects somehow exist by their own relationship to being. അപ്പോൾ physical object somehow they exist in relationship with the being. ഫിസിക്കൽ ആയിട്ട് നിൽക്കുന്ന വേൾഡിന് ബിയോണ്ട് ആയിട്ട് നിൽക്കുന്നതിന് ചിലപ്പോൾ ഫിസിക്കലായി നിൽക്കുന്ന ഒബ്ജക്റ്റുകൾക്ക് പിന്നെ പ്രവർത്തിക്കുന്ന പിന്നെ നിലനിൽക്കുന്നതായി കണക്കാക്കുന്ന ശക്തിയെ ചിലപ്പോൾ നമ്മൾ ബീയിങ് എന്ന് പറയാറുണ്ട്. ബീയിങ് ഫസ്റ്റ് സീം ടു ബി എ ഫിലോസഫിക്കൽ ആക്ട് ആസ് പാർട്ട് ഓഫ് ഇറ്റ്. ദ ക്വസ്റ്റ്യൻ വാട്ട് ഇസ് ബീയിങ്? ദ Parmenidean reply that being and nothing else beside. There is being, nothing else beside. അപ്പം ബീയിങ് ആണോ ഉള്ളത്, അതിനപ്പുറത്തൊന്നുമില്ല, എൽ ബിസൈഡ് എന്നാണ് Parmenidean philosophy പറയുന്നത്. Being seems to have a merit of truth, even if it's tautological truth. The being is one, unchanging and eternal is appropriate. Being എന്നുള്ള അൺചേഞ്ച് ആയിട്ടുള്ള എറ്റേണൽ ആയിട്ടുള്ള ഒരു എൻറ്റിറ്റിയാണ്. Plato acknowledged the identification of being with unchanging. അപ്പോൾ അൺചേഞ്ചിങ് ആയിട്ട് നിൽക്കുന്ന ഒരു വസ്തുവായിട്ടാണ് നമ്മൾ എന്തിനെ കണക്കാക്കുന്നത്, ബീയിങ്ങിനെ കാണുന്നത്. Aristotle completed 3 crucial arguments about the study of being as being. First is that the special science may be use of the concept of being and other similar essential concepts, but these ideas are not the objects of their inquiries. Only philosophy has such fundamental concept as the appropriate object of its studies. Another point is that to inquire about being as being is to attempt to isolate the combining element of meaning in the diverse sense in which the world is used. The third point is that the inquiry can be carried on only an inquiry into the whole range of closely related essential notions in which the diverse species of cause and notions of unity and plurality and are primary. Thomas refuted once again the view that being can be either a genus or property. അപ്പോൾ ഒരു ജനസ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിയാണ് ബീയിങ് എന്നുള്ളത് ഉള്ള ഐഡിയയെ തോമസ് റിജക്റ്റ് ചെയ്യുകയാണ്. According to Thomas, with all finite creatures, it is the case that what they are, their essence is one thing, and that they are, their existence is another. അപ്പോൾ എല്ലാ ഇൻഫിനിറ്റായ ക്രീച്ചറിൻ്റെയും എസൻസ് ആയിട്ട് വരുന്നത്, അതിൻ്റെ എക്സിസ്റ്റൻസ് നിലനിർത്തുന്നത് എന്താണ്, അതാണ് ഒരു ബീയിങ് എന്നാണ് തോമസ് പറയുന്നത്. ബട്ട് ഗുഡ് സിംപ്ലി ഈസ് ബീയിങ്.
അപ്പം അതുകൊണ്ട് തന്നെ ഗോഡാണ് ഒരു ബീയിങ് എന്ന രീതിയിൽ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഫിലോസഫിയിൽ ബീയിങ് ആണ്, ഗോഡാണ് ബീയിങ്. Hegel argues that being is the most fundamental of concept because the most elementary forms of judgment must be involve some assertion of existence, no matter how bare. Well, an elementary form of judgment must involve some assertion of existence. അപ്പോൾ നമുക്ക് എല്ലാ എലിമെൻ്ററി ആയ കാര്യങ്ങൾക്കും ഒരു സം assertion of existence വേണം. അതുകൊണ്ട് തന്നെ അങ്ങനെ നിൽക്കുന്ന ഒന്നാണ് ബീയിങ് എന്നാണ് ഹെഗൽ പറയുന്നത്. For Hegel, being is a notion expressed in our judgment of experience and a certain level, not the name of a realm beyond all judgment about the experience. Parmenid considered being as one. Parmenid's അഭിപ്രായത്തിൽ being എന്നുള്ളത് ഒരു എൻറ്റിറ്റിയാണ്. പ്ലാറ്റോ that it was one and many. പ്ലാറ്റോയെ സംബന്ധിച്ച് ബീയിങ് എന്നത് വൺ ആൻഡ് അതുപോലെ തന്നെ മെനി ആയിട്ടുള്ള ധാരാളമായിട്ടുള്ള ഒന്നാണ്, ഒരു കൺസെപ്റ്റാണ് ബീയിങ് എന്നുള്ളത്. ഫോർ അരിസ്റ്റോട്ടിൽ that is was substance. For Descartes that it was substance in the mode of thought and extension and so on. അപ്പോൾ ഡെക്കാർട്ടിൻ്റെ കൺസെപ്റ്റിൽ അത് is a substance in mode of thought and extension ആണ് എന്താ പറയുന്നത്, ബീയിങ് എന്ന് പറയുന്നത്. This pure essence of Plato was the idea or form. The idea justice is not identical to anything that is just. It is something other than a specific thing which articulate things participate of. Moreover, it is not fleeting or changeable like the things of sense. It is eternally itself, immutable and indestructible. It is not a ചേഞ്ച് ചെയ്യുന്ന ഫ്ലീറ്റ് ചെയ്യുന്ന സാധാരണ തിങ്കുകൾ പോലെയുള്ള തിങ്കിങ് ഓഫ് സെൻസസ് അല്ല, സെൻസസ് വഴി ലഭിക്കുന്ന തിങ്സ് ഓഫ് സെൻസസ് അല്ല. അത് ഇറ്റ്സ് എറ്റേൺലി ഇറ്റ്സ് ഇമ്മ്യൂട്ടബിൾ ആൻഡ് ഇൻഡിസ്ട്രക്റ്റബിൾ ആയിട്ടുള്ള ഒന്നാണ് എസെൻസ് എന്നാണ് പ്ലാറ്റോ പറയുന്നത്. ഫോർ അരിസ്റ്റോട്ടിൽ ദ എസെൻസ് ഓഫ് ആൻ ഒബ്ജക്റ്റ് വാസ് വാട്ട് ഫൈൻഡ് കൗണ്ടൻസ് ഇൻ ദ കൺസെപ്റ്റ് ദാറ്റ് ദ ബോഡി എംബോഡീസ്. The concept under which it must be identified if it is to be identified as what it is. Descartes conceived a method that may still be used with profit, the method of systematic doubt. അപ്പോൾ അദ്ദേഹം പറയുന്നത് സിസ്റ്റമാറ്റിക് ഡൗട്ട് ആയിട്ടുള്ള എസെൻസ് എന്ന് പറയുന്നത് അതിൻ്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഡൗട്ട് ഉണ്ട്. അപ്പോൾ മെത്തേഡ് സ്റ്റിൽ ബി യൂസ്ഡ് ദ പ്രൊഫൈൽ ടു മെത്തേഡ് ഓഫ് സിസ്റ്റമാറ്റിക് ഡൗട്ട്. By applying this method, he progressively became convinced that the only existence of which he could be quite certain was his own. Descartes argued, "I think, therefore I am," says rather more than strictly certain. Berkeley repudiated matter in the meantime. He does not deny that the sense data which we commonly take as signs of the existence of the table are signs of the existence of something independent of us. But he does not repudiate that this something is non-mental, that is neither mind nor ideas, entertained by some mind. He admits that there must be something that continues to exist when we go out of the room or shut our eyes, and that we call seeing the table does give us a reason for believing in something which persists even when we are not seeing it. അപ്പോൾ അദ്ദേഹം പറഞ്ഞ എസൻസ് എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിലും ഐഡിയകളല്ല. നമ്മളിപ്പോൾ ഒരു ടേബിൾ അദ്ദേഹം പറഞ്ഞ എക്സിസ്റ്റൻസ് ഓഫ് ടേബിൾ എക്സിസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ സെൻസ് ഡാറ്റയുടെ ഫലമായിട്ടാണ് നമുക്ക് നിലനിൽക്കുന്നത്. ഈ സെൻസ് ഡാറ്റ ഇപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ ഒരു ഇൻഡിവിജ്വൽ ഒരു റൂമിൽ നിന്ന് പുറത്തിറങ്ങി പോവുകയോ അല്ലെങ്കിൽ കണ്ണടയ്ക്കുകയോ ചെയ്യുമ്പോൾ ഈ ടേബിൾ അവിടെ നിലനിൽക്കുന്നുവെങ്കിൽ അത് പെർസിസ്റ്റ് വാസ് ടു ബി വേറൊരു സം മൈൻഡ് അല്ലെങ്കിൽ സം എസൻസ് മസ്റ്റ് ബി പെർസീവിങ് ഇറ്റ് ത്രൂ ഹിസ് സെൻസ് ഡാറ്റ എന്നാണ് അദ്ദേഹം പറയുന്നത്. ടു ബി ഈസ് ടു ബി പെർസീവ്ഡ്.
He is thus led to regard to the real table as an idea in the mind of God. അപ്പോൾ അതുകൊണ്ട് തന്നെ റിയൽ ടേബിൾ എന്ന് പറയുന്നത് ഒരു ഐഡിയയാണ്. അത് ഗോഡിന്റെ മൈൻഡിൽ നിൽക്കുന്ന ഐഡിയ ആയതുകൊണ്ടാണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നതെന്നാണ് ബെർക്ക്ലി പറയുന്നത്. മൈൻഡ് ആൻഡ് ബോഡി. The mind-body problem is a vital metaphysical on the philosophy of mind. അപ്പോൾ ഫിലോസഫി ഓഫ് മൈൻഡ് അല്ലെങ്കിൽ ഫിലോസഫിയിലെ പ്രധാനപ്പെട്ട ഒരു മെറ്റഫിസിക്കൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ദ പ്രോബ്ലം ഓഫ് മൈൻഡ് ആൻഡ് ബോഡി എന്നുള്ളത്. ഇറ്റ്സ് ദ പ്രോബ്ലം ഓഫ് വെദർ മെന്റൽ ഫിനോമിന ആർ ഫിസിക്കൽ. മെന്റൽ ഫിനോമിനയായ തോട്ട്, ഡിസയർ തുടങ്ങിയ ഫിസിക്കൽ ആണോ? ദെൻ ഇഫ് നോട്ട് ഹൗ ദേ ലിങ്ക്ഡ് ടു ഫിസിക്കൽ ഫിനോമിന. അപ്പോൾ അത് മെന്റൽ ഫിനോമിന ഫിസിക്കലായിട്ട് റിലേറ്റഡ് ആണോ? അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ഇതെങ്ങനെയാണ് ഫിസിക്കൽ ഫിനോമിനയുമായിട്ട് ഇതിനുള്ള മെന്റൽ ആയിട്ടുള്ള ഫീലിങ്സിനെ ഹൗ ദേ വി ക്യാൻ അറ്റാച്ച് ടു അവർ ഫിസിക്കൽ വേൾഡ് എന്നുള്ളതാണ് ഒരു ചോദ്യമായിട്ട് വരുന്നത്. Our metaphysical problem is that the philosophy of mind include a free will problem. മനുഷ്യന്റെ ഫ്രീ വിൽ പ്രോബ്ലം, ദ പ്രോബ്ലം ഓഫ് പേഴ്സണൽ ഐഡന്റിറ്റി ആൻഡ് പ്രോബ്ലം ഓഫ് ഒരു ഇൻഡിവിജ്വലിന്റെ പേഴ്സണൽ ഐഡന്റിറ്റിയും അയാളുടെ ഫ്രീ വിൽ എങ്ങനെ അയാൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരമുള്ള എന്താ പറയാ ഒരു നാച്ചുറൽ റൈറ്റ്സ് പ്രകാരം ജീവിക്കുന്ന അങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ നമ്മുടെ ഫിലോസഫിയിൽ, നമ്മുടെ സോഷ്യൽ ഫിലോസഫിയിൽ നമ്മൾ വരാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ഈ ഫ്രീഡം ഓഫ് വിൽ തുടങ്ങിയ പ്രോബ്ലങ്ങൾ ആണ് ഇത് മൈൻഡ് ബോഡി പ്രോബ്ലത്തിന് പരമായിട്ട് ഈ മൈൻഡ് ബോഡി പ്രോബ്ലത്തിലെ ത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങളായിട്ട് വരുന്നത്. ദ ഡോഗ്മ ദാറ്റ് ദ സോൾ ഈസ് സെപ്പറേറ്റ് ഫ്രം ദ ബോഡി ഈസ് ഫൗണ്ട് ഇൻ പ്ലാറ്റോ ആൻഡ് ഡിസ്കോസ്ഡ് ആൾ ഓവർ ദ ഹിസ്റ്ററി ഓഫ് ഫിലോസഫി. അപ്പോൾ സോൾ ഡിഫറെന്റ് ഫ്രം ദ ബോഡി എന്നുള്ള പ്ലാറ്റോയുടെ പ്ലാറ്റോയുടെ കാലം മുതൽ ഫിലോസഫിയിൽ ഡീൽ ചെയ്യുന്ന ഒരു ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു ടോപ്പിക്കാണ് ഈ മൈൻഡ് ബോഡിയുടെ ഇൻഡിപെൻഡൻസിയും അൺഡിപെൻഡൻസിയും. അങ്ങനെയാണ് ഈ ഹ്യൂമൻ ബോഡിയിൽ മൈൻഡും ബോഡിയും രണ്ട് എൻറ്റിറ്റി ആയിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നത് ഇവ എങ്ങനെ പ്രവർത്തിക്കുന്നു, അപ്പോൾ ഏതിനാണ് അതിൽ പ്രയോറിറ്റി വരുന്നത് തുടങ്ങിയുള്ള പ്രോബ്ലങ്ങൾ ഫിലോസഫിയിൽ മനുഷ്യന്റെ കാലത്ത് മുതൽ ചർച്ച ചെയ്തുകൊണ്ടുവരിക്കുന്ന ഒന്നാണ്. Anaxagoras described that the mind is accountable for the beginning of cosmic vortex. അപ്പോൾ അദ്ദേഹം പറയുന്നത് മൈൻഡ് ഈസ് accountable for the beginning of the cosmic vortex. He illustrated it as a boundless, autonomous and mixed with no object. അപ്പോൾ അദ്ദേഹം പറയുന്നത് ബൗണ്ട്ലെസ് ആയ autonomous ആയിട്ടുള്ള ഒന്നാണ് മൈൻഡ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ഇത് മറ്റു ഒബ്ജക്റ്റുകളുമായിട്ട് ഇത് മിക്സ് ചെയ്യുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു. ആസ് ഇറ്റ് ഈസ് ദ മൈൻഡ് ഈസ് ദ ഫൈനസ്റ്റ് ഓഫ് all object and the purest, and its movement completely oversight over everything and prevail above all. അപ്പോൾ അതുകൊണ്ട് തന്നെ മൈൻഡ് എന്ന് പറയുന്നത് ഫൈനസ്റ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണെന്നും എല്ലാ ഒബ്ജക്റ്റിനും മുകളിൽ നിൽക്കുന്ന ഒന്നാണെന്നും അത് ഏറ്റവും പ്യൂറസ്റ്റ് ആണ് എന്നാണ് അനക്സഗോറസ് പറയുന്നത്. The mind is existing in something, namely those things that have a soul, but it does not mix with them. Mind exists in something, namely those things that have a soul. അപ്പോൾ മൈൻഡ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റുകൾക്ക് സോൾ ഉണ്ടാവുമെന്നും, പക്ഷേ ഇത് ഈ മൈൻഡ് ആ ഒബ്ജക്റ്റുമായിട്ട് മിക്സ് ചെയ്യുന്നില്ല എന്നുമാണ് അനക്സഗോറസ് പറയുന്നത്. Thus the mind is not immaterial, but it is not material in the same way as the categories of stuff are. It movements control over the pieces of stuff of the world and grabs all things. മൈൻഡ് ഒരു ഇമ്മെറ്റീരിയൽ അല്ല, ബട്ട് ഇറ്റ് ഈസ് നോട്ട് മെറ്റീരിയൽ ഇൻ ദ സെയിം വേ. പക്ഷെ അത് ഒരു മൈൻഡ് എന്നുള്ളത് ഒരു ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു വസ്തുവല്ല എന്നും, പക്ഷെ ആ സമയത്ത് തന്നെ അത് നമ്മൾ കാണുന്ന കാറ്റഗറികളെ പോലെയുള്ള മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു സ്റ്റഫും അല്ല എന്നാണ് അരിസ്റ്റോട്ടൽ പറയുന്നത്. Aristotle described the mind as the place of forms because it can grasp object apart from the matter. അപ്പോൾ ഫോമുകളുടെ മൈൻഡ് ആസ് എ പ്ലേസ് ഓഫ് ഫോംസ് എന്നാണ് അരിസ്റ്റോട്ടൽ പറയുന്നത്. ദ
The mind has no organ because it is not the form or first actualization of physical structure. So unlike perceptual capabilities, it is not solely depend on the body. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സോളിഡ്ലി ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ബോഡിയുമായി സോളിഡ്ലി ഡിപ്പെൻഡൻ്റ് ആയി നിൽക്കുന്ന ഒന്നല്ല എന്നാണ് നമുക്ക് പറയുന്നത്. Though the mind thinks of its object by way of images, which are something like the internal representations, and these are physically based. Descartes used the term mind-soul interchangeably. For him, the mind is equal to self-person, a substance that thinks, believes, doubts, desires, and acts. ഇപ്പോൾ ഡെക്കാർട്ട് എന്ന് പറയുന്നത് മൈൻഡ് ബോഡി എന്നും മൈൻഡിനും സോളും എന്നും അദ്ദേഹം ഇന്റർചേഞ്ചബിളി ആയിട്ട് മൈൻഡിനെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ ഹിം ദ മൈൻഡ് ഈസ് ദ ഈക്വൽ ടു സെൽഫ് പേഴ്സൺ. ഒരാളുടെ സെൽഫായിട്ട് ഈക്വൽ ആയിട്ട് നിൽക്കുന്ന ഒന്നാണ് മൈൻഡ് എന്ന് പറയുന്നത്. ദ സബ്സ്റ്റൻസ് ലൈക്ക് ബിലീഫ്സ്, ഡൗട്ട്, ഡിസയർ തുടങ്ങിയവയെല്ലാം ഈ മൈൻഡിൻ്റെ പല ഒരു ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗുണഗണങ്ങളായിട്ട് വരുന്ന ഒന്നാണ് തിങ്കിങ്, ബിലീഫ്സ്, ഡൗട്ട്, ഡിസയർ തുടങ്ങിയവ. He upheld that the essence of the physical is the existence of space. Descartes inquired what I am. He answered, a thing that thinks, a thinking substance. ഡെക്കാർട്ടിന്റെ ചോദ്യമായ വാട്ട് ഐ ആം എന്ന് ഉത്തരമായി അദ്ദേഹം പറയുന്നത് എ തിങ് ദാറ്റ് തിങ്, ഒരു ചിന്തിക്കുന്ന ഒരു തിങ് ആണ് അദ്ദേഹത്തിന്റെ ഉത്തരം. അതുകൊണ്ട് തന്നെ എ തിങ്കിങ് സബ്സ്റ്റൻസ് ആണ് ഹ്യൂമൻ അല്ലെങ്കിൽ ഹ്യൂമൻ എന്ന് അദ്ദേഹം പറയുന്നു. For Descartes, plants, trees, not as substance, but as modes, where extant matter is prepared. The substance in which thought immediately resides is called mind. I use the term mind rather than soul since the word soul is ambiguous and often applied to something corporeal. For Spinoza, man is not the substance but mode of substance. That the human soul mind is a mode of thought, the idea of body which is a mode of extension. അപ്പോൾ സ്പിനോസ പറയുന്ന മാൻ ഇസ് നോട്ട് എ സബ്സ്റ്റൻസ് ബട്ട് എ മോഡ് ഓഫ് സബ്സ്റ്റൻസ്. പക്ഷെ മോഡ് ഓഫ് സബ്സ്റ്റൻസ് ആയിട്ടാണ് ഹ്യൂമനെ അദ്ദേഹം കാണുന്നത്. ദാറ്റ്സ് ഹ്യൂമൻ സോൾ മൈൻഡ് ഈസ് എ മോഡ് ഓഫ് തോട്ട്. അപ്പം മോഡ് ഓഫ് തോട്ടിൻ്റെ തോട്ട് എന്ന് മോഡ് ഓഫ് തോട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു മോഡാണ് സോൾ എന്ന് പറയുന്നത്, സോൾ അല്ലെങ്കിൽ മൈൻഡ് എന്ന് പറയുന്നത്. ദ ഐഡിയ ഓഫ് ഇറ്റ്സ് ബോഡി വിച്ച് ഇസ് എ മോഡ് ഓഫ് എക്സ്റ്റൻഷൻ. അപ്പോൾ മോഡ് ഓഫ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ബോഡിയാണ്. ലൈബ്രറീസ് ഹാസ് ബിഗൻ ടു തിങ്ക് മൈൻഡ് ആസ് ദ ഓൺലി കോസ് ഓഫ് മോഷൻ ആൻഡ് ആക്ടിവിറ്റി ഇൻ ദ വേൾഡ്. അപ്പോൾ ലൈബ്രറീസ് പറയുന്നത് മൈൻഡാണ് എല്ലാ ഒരു കാരണമായിട്ട് കോസ് ഓഫ് മോഷൻ ആൻഡ് ആക്ടിവിറ്റി ഇൻ ദ വേൾഡ്. അപ്പോൾ ചലനത്തിനും ആക്ടിവിറ്റിക്കും കാരണമായി വരുന്ന ഒന്നായി വരുന്നത് മൈൻഡ് ആണെന്നാണ് ലൈബ്നിസ് പറയുന്നത്. മൈൻഡ് ഈസ് നോൺ ഹ്യൂമൻ സബ്സ്റ്റൻസ് ആർ ടെമ്പററി വൈൽ ഹ്യൂമൻ മൈൻഡ് പെർസിസ്റ്റ് ആൻഡ് ഹാവ് എ മെമ്മറി. മൈൻഡ് ഇൻ നോൺ ഹ്യൂമൻ സബ്സ്റ്റൻസ് ആസ് ടെമ്പററി. അപ്പം മൈൻഡ് ഇൻ നോൺ ഹ്യൂമൻ തിങ്സിലെ മൈൻഡ് ടെമ്പററി ആയ ഒന്നാണ്. വൈ ഹ്യൂമൻ മൈൻഡ് പെർസിസ്റ്റ് ഹാവ് എ മെമ്മറി ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഹ്യൂമൻ മൈൻഡിന് മെമ്മറി എന്നുള്ള കപ്പാസിറ്റി ഉണ്ടെന്നും നോൺ ഹ്യൂമൻ ആയ സബ്സ്റ്റൻസിനും മൈൻഡ് ഉണ്ടെങ്കിലും അതിന് ടെമ്പററി ആയ ഒന്നാണെന്നാണ് ലൈബ്നിസ് പറയുന്നത്. ദ ഇൻഡിവിജ്വൽ മൈൻഡ് ഓഫ് മോണാഡ്സ് perspectively mirrors the entirety of the world, and each does so from the perspective. The individual mind of monads perspectively mirrors the entirety of the world, and each does so from the perspective. Physics assessment the world as a manifold of 4 dimensions: length, width, height, and interval. Space-time can be considered a 4-dimensional tenseless space, in contrast to our ordinary conception of space as something which endures throughout time. നമ്മൾ നിലനിൽക്കുന്ന ടൈമിനേക്കാൾ വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു 4 dimensional സ്പേസ് ആണ്
ശരി യഥാർത്ഥമായ അല്ലെങ്കിൽ അൾട്ടിമേറ്റ് നിലനിൽക്കുന്ന ഒന്നാണ് സ്പേസ് എന്നാണ് പറയുന്നത്. Space is regarded as a continuum that give form to possible relation in which things and events stand in the world. അപ്പോൾ ഈ നിലനിൽക്കുന്ന പോസിബിൾ വേൾഡിലെ ഈവൻറ്റും തിങ്സും ഈവൻസും സ്റ്റാൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥ നിൽക്കുന്ന ഒരു തലത്തെയാണ് നമ്മൾ സ്പേസ് എന്ന് പറയുന്നത്. അതൊരു കണ്ടിന്യൂൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. എന്ന് വെച്ചാൽ അതിന് ബാക്കിയുള്ള ചേഞ്ചുകൾ വന്നാലും സ്ഥിരമായി നിലനിൽക്കുന്ന ഒന്നായിട്ടാണ് നമ്മൾ സ്പേസിനെ കണക്കാക്കുന്നത്. It is instituted by all spatially related places. In ancient Greece, the major dispute about space concerned whether it is subsistential or relational. The Eleatic denies the possibility of empty space. They also denied that space is material, for otherwise space itself would have been in another kind of space. അപ്പോൾ അതുകൊണ്ട് അവർ പറയുന്നത് ഇലിയാറ്റിക് ക്ലാസ് കൾട്ട് പറയുന്നത് അവർ എംപ്റ്റി സ്പേസ് എന്നുള്ളത് പോസിബിലിറ്റിയെ അവർ നെഗേറ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ പറയുന്നത് സ്പേസ് എന്ന് പറയുന്നത് ഇസ് എ മെറ്റീരിയൽ വൺ എന്നാണ് അവർ പറയുന്നത്. അതർവൈസ് ദ സ്പേസ് ഇറ്റ് സെൽഫ് വുഡ് ബി ഇൻ എ അനദർ കൈൻഡ് ഓഫ് സ്പേസ്. അല്ലെങ്കിൽ ഈ സ്പേസ് മെറ്റീരിയൽ അല്ലെങ്കിൽ അത് വേറൊരു സ്പേസിനകത്ത് നിലനിൽക്കുന്ന എന്നായിരിക്കും അവർ പറയുന്നത്. Atomists argued that a void exists which separate all atoms. അപ്പോൾ സ്പേസ് എന്ന് പറയുന്ന ഒരു void exist ആണ് that separate. Zeno's paradox shows the puzzling nature of space and time, mainly regarding the problem of infinity. അപ്പോൾ സെനോയുടെ പാരഡോക്സ് ഷോയിങ് ദാറ്റ് പസിൽ അബൌട്ട് ദ ടൈം ആൻഡ് സ്പേസിനെ കുറിച്ചുള്ള പസിൽസ് ആണ്. അതിലൊക്കെ മെയിനായിട്ട് കമ്പൈൻ ചെയ്യുന്നത് ഇൻഫിനിറ്റിയെ കുറിച്ചുള്ള നോഷൻസ് ആണ് അദ്ദേഹം മുമ്പ് ചെയ്യുന്നത്. Plato defines space as a receptacle that does not have any characteristic of itself. Aristotle did not distinguish space from the place. He defined as a adjacent boundary of the containing body. He defined it as an adjacent boundary of a contingent body. Descartes claimed that the essence of the matter is an extension and is thus identified space with matter. Descartes സ്പേസിനെ മാറ്റർ കണക്കാക്കുകയാണ് ചെയ്യുന്നത്. In his interpretation of absolute space, Leibniz argued that rather than being a substance, space is a system of relation in which indivisible monads stand next to another. Leibniz argued that rather than being as a substance, space is a system of relation എന്നായിട്ടാണ് സ്പേസ് എന്നുള്ളത് സിസ്റ്റം ഓഫ് റിലേഷൻ ഭാഗമായിട്ടുള്ള ഒന്നായിട്ടാണ് ലൈബ്നിസ് കണക്കാക്കുന്നത്. In Kant's Critique of Purism, metaphysical explanation of notion of space comprehends four arguments. Space is not an empirical concept which has been derived from our outer experience. Space is a necessary a priori representation which underlies all outer illusions. Space is not a discursive but a pure illusion. Space is represented as an infinite given magnitude. The first to claim that space is a priori and the latter to claims that space is an illusion. Space is not a concept because unlike the different instantiations of concepts, all space are part of one space. If one part of space diverges from another part, this is not because of difference in space itself, but because of the things that occupy space. അവർ സ്പേസിനകത്തുണ്ടാകുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് അത് സ്പേസിലുണ്ടാകുന്ന ഡിഫറൻസ് അല്ല, ബാക്കി മറിച്ച് അതിലുണ്ടാകുന്ന അത് ഒക്യുപ്പൈ ചെയ്യുന്ന ഒബ്ജക്റ്റുകളുടെ തിങ്സുകൾക്കനുസരിച്ചാണ് ഡിഫറെൻറ്റ് സ്പേസുകൾ ഉണ്ടാകുന്നത് എന്ന് പറയുന്നു. അതുകൊണ്ട് പറഞ്ഞു in contrast to absolute space, relative space depends on its characters upon the nature of the things it relates. It would vanish where there is no spatial related entities, and in principle it is subject to change. Time concerns the progression and order of events in terms of before and after, or in terms of past, present and future.
Time is commonly conceived to be passage or a flowing stream, but this gives rise to the criticism of the myth of passage. Time is generally thought to have a dimension and irreversible direction, but it is unclear what gives time its direction, whether there can be a backward temporal order or how to account for the asymmetry between the past and the future. Plato claimed that time is created and its moving image eternity. Plato's image time is created and its moving image is eternity. Moving image of eternity ആയിട്ടാണ് ടൈമിനെ കണക്കാക്കുന്നത്. Aristotle in physics articulated many puzzles about the existence of time. Kant argued that time, like space, is a form of intuition and understood mathematical knowledge to determine in relation to these forms. Kant gave time a crucial role of his account of the categories and their application to experience.